The change, be the future, with Jane deemed to be University Kochi. നമസ്കാരം. ഈ രാഷ്ട്രീയ മാമാങ്കം അവസാന ഘട്ടത്തിലാണ്. അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് 7ാം ഘട്ടത്തിൽ. ഈ തെരഞ്ഞെടുപ്പോടെ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് പോരാട്ടങ്ങൾക്കെല്ലാം തിരശീല വീഴുന്നു. ഏപ്രിൽ 19 തുടങ്ങിയ തെരഞ്ഞെടുപ്പ് ജൂൺ 1 7ാം ഘട്ടവും പൂർത്തിയാക്കി അവസാനിക്കും. ഇത്തവണ അന്തിമഘട്ടത്തിൽ ഉത്തർപ്രദേശ്, പഞ്ചാബ്, ബംഗാൾ, ബീഹാർ, ഒഡീഷ, ഹിമാചൽ പ്രദേശ്, ഝാർഖണ്ഡ് എന്നിവിടങ്ങളിലായി 57 മണ്ഡലങ്ങൾ ജനവിധി തേടുകയും ചെയ്യുന്നു. ഏതായാലും അവസാന ഘട്ടത്തിന്റെ വാക്പോര്, പല രീതിയിലുള്ള ട്വിസ്റ്റുകൾ, ഇതൊക്കെ തന്നെയാണ് പൊളിറ്റിക്കൽ ഗ്രാൻഡ് ഫിനാലെ ഇന്നും വിശകലനം ചെയ്യുന്നത്. ഏതായാലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്ന് പറയുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ അവസാനഘട്ട തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തൊട്ടു പിന്നാലെ ധ്യാനമിരിക്കാൻ പോകുന്നു എന്നുള്ളത് തന്നെയാണ്. കന്യാകുമാരിയിലാണ്, അതായത് ദക്ഷിണേന്ത്യയിലാണ് പ്രധാനമന്ത്രി 2 ദിവസത്തെ ധ്യാനത്തിന് വരിക. വ്യാഴാഴ്ച കന്യാകുമാരിയിലെത്തും. 2 ദിവസം വിവേകാനന്ദ പാറയിൽ ധ്യാനമിരിക്കും. അപ്പോൾ 7ാം ഘട്ട വോട്ടെടുപ്പ് ദിനമായ ജൂൺ 1 വരെ അദ്ദേഹം കന്യാകുമാരിയിൽ ആയിരിക്കും. മനു, അത് പോലും ഒരു പ്രചാരണത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ എടുത്തു പറയേണ്ട ഒരു വാർത്തയാണ് എന്ന് ഞാൻ പറയും. സ്വാഭാവികമായിട്ടും കഴിഞ്ഞ തവണ കേദാർനാഥിൽ ധ്യാനത്തിന് പോയ അദ്ദേഹം അതുവഴി ഒരു വിഭാഗത്തിന് നൽകുന്ന ഒരു സന്ദേശമുണ്ട്. ആ ഒരു സന്ദേശം തന്നെയാണ് ഇത്തവണയും നൽകുന്നത്. അതൊരു പ്രചാരണമാണ്, ഇപ്പോൾ പ്രചാരണ തന്ത്രമാണ് എന്നുള്ള രീതിയിലുള്ള വിമർശനങ്ങളൊക്കെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തുനിന്നുണ്ട്. ഇല്ല എന്ന് കണ്ണടച്ച് പറയാൻ കഴിയും. അല്ല, നമ്മളിതിനെ മറ്റൊരു തരത്തിൽ കൂടി വായിച്ചെടുക്കാം. പ്രധാനമന്ത്രി ചെയ്യുന്നതെല്ലാം ഹെഡ്ലൈനായി മാറുകയാണ്. അതാണ് അതിലെ രസകരമായ ഒരു കാര്യം. ഒരു പക്ഷേ അദ്ദേഹം ധ്യാനത്തിന് പോകുന്നു എന്നത് അങ്ങനെ പരിഹസിക്കപ്പെടേണ്ട ഒന്നല്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. കാരണം അദ്ദേഹം ഒരു തുറന്നു പറയുന്ന ഒരാളാണ്. ഞാനൊരു വിശ്വാസിയാണ് എന്ന് തുറന്നു പറയുന്നു. സാധാരണഗതിയിൽ ഈ ആളുകൾ ഒരു 10-70 വയസ്സൊക്കെ കഴിയുമ്പോൾ ഇത്തരം കുറേ കൂടി ആത്മീയതയിലേക്ക് അടുത്ത് നിൽക്കുന്ന രീതികളൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഇവിടെ പരിഹാസം വേറൊരു തരത്തിലാണ്. ഇത് കാപട്യമാണ് എന്ന് ഇന്ത്യ മുന്നണി പറയുന്നു. ഫോട്ടോഗ്രാഫർ ഇല്ലാതെ പോകാൻ കഴിയുമോ? അതെ, അതാണ് ചോദ്യം. ക്യാമറ ഇല്ലാതെ പോകാൻ കഴിയുമോ എന്ന് ചോദിക്കുന്നു. കേദാർനാഥിൽ അദ്ദേഹം ധ്യാനത്തിന് കഴിഞ്ഞ തവണ പോയപ്പോൾ അത് ഓരോ ഇഞ്ചും ഒപ്പിയെടുത്ത ചിത്രങ്ങൾ പുറത്തു വന്നതാണ്. സ്വാഭാവികമായിട്ടും അതുകൊണ്ടാണ് ഇതൊരു പ്രചാരണ തന്ത്രമല്ലേ എന്ന് ഇന്ത്യ. അത് കഴിഞ്ഞ കേദാർനാഥിൽ 2019 അദ്ദേഹം പോയി. അതിൻ്റെ തുടക്കം, അതായത് അദ്ദേഹം 2 കിലോമീറ്ററൊക്കെ നടക്കുകയൊക്കെ ചെയ്തില്ല. അതിൻ്റെ എല്ലാത്തിൻ്റെ തുടക്കത്തിൽ കുറച്ച് സമയം എല്ലാ മാധ്യമങ്ങൾക്കും അതിനുള്ള ദൃശ്യങ്ങൾ പകർത്താനുള്ള അവസരങ്ങൾ നൽകിയിരുന്നു. അത് സ്വാഭാവികമായി റിപ്പോർട്ടർമാരെന്ന നിലയിൽ നമ്മളിപ്പോൾ ഒരു യോഗത്തിന് പോകുമ്പോൾ അവിടെ ആ യോഗം തുടങ്ങുന്നതിന് കുറച്ച് സമയം മുമ്പേ ആ ദൃശ്യങ്ങൾ പകർത്താനൊക്കെ അനുമതി കിട്ടുന്നതാണ്. അത് പ്രധാനമന്ത്രി അത് അങ്ങനെ കൊടുത്തു എന്ന് കരുതാം. വേണമെങ്കിൽ അത് ഒരു അദ്ദേഹത്തിൻ്റെ പബ്ലിസിറ്റി സ്റ്റണ്ട് എന്ന് വേണമെങ്കിൽ വിളിക്കാം. പക്ഷേ ഇവിടെ ഒരു രസകരമായ കാര്യം, പ്രധാനമന്ത്രി കേദാർനാഥിൽ പോയി 2019 പോയത്. ഇതുപോലെ ഒരു മെയ് മാസത്തിലാണ് അവിടെ എത്തുന്നത്. അങ്ങനെ അവിടെ ചെല്ലുന്നു. അവിടെ അദ്ദേഹം ആ ഗുഹയിൽ ഇരിക്കുന്നു, അവിടെ ധ്യാനത്തിലിരിക്കുന്നു എന്ന് പറയുന്നു. ഏതാണ്ട് 10-17 മണിക്കൂർ അദ്ദേഹം അവിടെ ചിലവഴിക്കുന്നു. രുദ്ര മെഡിറ്റേഷൻ കേവ് പിന്നീട് വലിയ ടൂറിസ്റ്റ് അട്രാക്ഷനായി മാറി. അത് അവിടെ ആളുകൾ ഉത്തരാഖണ്ഡിൽ ശ്രദ്ധിക്കുന്ന ഒരു കേന്ദ്രമായി മാറി. പ്രധാനമന്ത്രി ലക്ഷദ്വീപിലേക്ക് പോയി. അദ്ദേഹം കടപ്പുറത്തൊരു കസേര വലിച്ചിട്ടു. ഒരു ഫോട്ടോ ആണ് എടുത്തത്. വലിയ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ അത് ചർച്ചാ വിഷയമായി. അത് മാലിദ്വീപിലെ ആളുകൾ അല്ലെങ്കിൽ അവിടുത്തെ മുൻ മന്ത്രിമാർ അതിനെ സംബന്ധിച്ച് ചില വിവാദങ്ങൾ തുടങ്ങി. വിവാദങ്ങൾ നടത്തിയ ആളുകളെ അവിടെ നിന്ന് അധികാരത്തിൽ നിന്ന് മാറ്റുന്ന രീതി വരെ അവിടുത്തെ സർക്കാർ സ്വീകരിച്ചു. ഏതായാലും നമ്മുടെ ലക്ഷദ്വീപ് വലിയൊരു ടൂറിസം ഡെസ്റ്റിനേഷനായി മാറുന്ന ഒരു സാഹചര്യം പിന്നെ കാണാൻ കഴിയും. ടൂറിസ്റ്റുകളെ അവിടുത്തെ പശ്ചാത്തല സൗകര്യത്തിൻ്റെ കുറവ് കൊണ്ട് തിരിച്ചയക്കേണ്ട സാഹചര്യത്തിലേക്ക് വരുന്നു. 2014 അദ്ദേഹം ശിവജിയുടെ പ്രതാപ്ഗഡിലേക്ക് പോയി. അവിടെയും ഈ സമാനമായ രീതിയിൽ അതൊരു ടൂറിസ്റ്റ് അട്രാക്ഷനായി മാറുന്നു. സ്വാഭാവികമായി കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറ ഒരു ടൂറിസ്റ്റ് അട്രാക്ഷനാണ്. അത് ആദ്യഘട്ടത്തിൽ തന്നെ ഈ പാറയുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി വിവാദങ്ങളുണ്ടായിരുന്നു. അങ്ങനെ വിവേകാനന്ദൻ്റെ ഓർമ്മയ്ക്കായി അങ്ങനെ ഒരു പാറ നിലനിർത്തണം എന്ന് ആവശ്യം മുന്നോട്ട് വെച്ചത് ഏക്നാഥ് റാണ്ഡെ പോലുള്ളവരാണ്. അവരൊക്കെ ആ കാലഘട്ടത്തിൽ RSSുമായി അടുത്ത് പ്രവർത്തിച്ചവരാണ്. സെയിൻറ്റ് സേവിയേഴ്സ് പാറ എന്ന പേരിൽ ഇത് അറിയപ്പെടണം എന്നാഗ്രഹിച്ച വേറൊരു വിഭാഗമുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ഉള്ള വിവാദങ്ങൾക്കൊക്കെ ശേഷമാണ് അത് വിവേകാനന്ദ പാറയാവുകയും അത് റോക്ക് മെമ്മോറിയൽ. കൗതുകകരമായിട്ട് 2 വാദങ്ങൾ ഇതിനൊപ്പം പറയാം. അതിലൊന്ന്,
എന്തുകൊണ്ട് അദ്ദേഹം കന്യാകുമാരിയിലേക്ക് വരുന്നു? കഴിഞ്ഞ തവണ കേദാർനാഥ് ധ്യാനത്തിന് പോയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2015 അദ്ദേഹം ഇത്തവണ അദ്ദേഹം കന്യാകുമാരിയിലേക്ക് വരുന്നത് പ്രധാനമായിട്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദി, പ്രധാനമായിട്ടും BJP ഇത്തവണ ഉറ്റുനോക്കിയത് ദക്ഷിണേന്ത്യയിലേക്കാണ്. അതുകൊണ്ട് തന്നെ ദക്ഷിണേന്ത്യയിലെ ഒരു സ്ഥലം തന്നെ അദ്ദേഹം തെരഞ്ഞെടുത്തിരിക്കുന്നത് യാദൃച്ഛികമല്ല. അതിനൊക്കെ തീർച്ചയായിട്ടും ഒരു രാഷ്ട്രീയമുണ്ട് എന്ന് ഞാൻ പറയും. ഒപ്പം കന്യാകുമാരി ആയതുകൊണ്ട് ശ്രീലങ്ക അടക്കം കച്ചേത്തി അടക്കമുള്ള വിഷയങ്ങൾ തമിഴ്നാട്ടിൽ വന്ന് രാഷ്ട്രീയപരമായ പ്രചാരണത്തിന് ഉയർത്തിക്കൊണ്ടുവന്ന പ്രധാനമന്ത്രി ഇത്തവണ കന്യാകുമാരിയിൽ ധ്യാനിക്കാം എന്ന് തീരുമാനിക്കുന്നതിന് പിറകിൽ അതിലൊരു ദക്ഷിണേന്ത്യൻ പൊളിറ്റിക്സ് ഉണ്ട്. അല്ല, ദക്ഷിണേന്ത്യയിൽ പ്രധാനമന്ത്രി നിരവധി ഇത്തവണ വന്നു എന്നുള്ളത് ശരിയാണ്. നിരവധി തവണ വരേണ്ടേ ഒരു രാഷ്ട്രീയ നേതാവ്. മാത്രമല്ല, അദ്ദേഹം ഇന്ത്യയുടെ താരപ്രചാരകനായ NDAയുടെ താരപ്രചാരകനാണ്. അദ്ദേഹം എത്തുന്നിടത്താണ് ആൾക്കൂട്ടം വരുന്നത്. സ്വാഭാവികമായും ഈ സമയം അദ്ദേഹം പ്രചരണത്തിന് ഉപയോഗിച്ചു. ദക്ഷിണേന്ത്യയിൽ BJP കുറെ കൂടി ഇറങ്ങണം എന്നത് അവരുടെ ഒരു മിഷൻ സൗത്ത് ഇന്ത്യ എന്ന നിലയിൽ അങ്ങനെ അതിനൊരു പ്രാധാന്യവും ഉണ്ട്. പക്ഷേ ദക്ഷിണേന്ത്യയിലെ എല്ലായിടത്തും തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ഇനിയിപ്പം അവർക്ക് ഇവിടെ എന്തെങ്കിലും അതൊരു പബ്ലിസിറ്റി സ്റ്റണ്ട് ഉണ്ടാക്കി ഒരു വോട്ടായി മാറാനുള്ളൊരു സാഹചര്യം ഇല്ല. പക്ഷേ പ്രധാനമന്ത്രി വരുന്നു. ഇനി സ്വാഭാവികമായും ഈ വിവേകാനന്ദ പാറ നരേന്ദ്രമോദിയുടെ പേരിൽ കൂടി അറിയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അത് നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു തന്ത്രപ്രധാനമായ സ്ഥലമാണ്. മാറ്റാനുള്ള സാധ്യത അതെനിക്കറിയില്ല. സ്വാഭാവികമായി രണ്ട് കാരണങ്ങൾ കൊണ്ടത് തന്ത്രപ്രധാനമാണ്. ഒന്ന്, അതിൻ്റെ സ്ട്രാറ്റജിക് ലൊക്കേഷൻ. രണ്ട്, അതിൻ്റെ ടൂറിസം അട്രാക്ഷൻ. ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്ത് പ്രധാനമന്ത്രി വരുന്നു. അത് പ്രധാനമന്ത്രി ഇപ്പോൾ ഇവിടെ മാത്രമല്ല, പ്രധാനമന്ത്രി രാമേശ്വരത്ത് പോയി, അതും വിവാദമായി. ശരി, എന്ത് ചെയ്താലും വിവാദം. അല്ല, ഒരു കാര്യം കൂടെ, അങ്ങനെയാണെങ്കിൽ ഒരു വാദം കൂടെ. ദക്ഷിണേന്ത്യയിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഒരു സാഹചര്യമുണ്ട്, അങ്ങനെ അത് നിൽക്കട്ടെ. പക്ഷേ ദക്ഷിണേന്ത്യ എന്ന് പറഞ്ഞൊരു ഫോക്കസ് അതിനകത്തുണ്ട് എന്നുള്ള കാര്യം അത് പൂർണ്ണമായിട്ട് തള്ളിക്കളയാൻ പറ്റില്ല. വിവേകാനന്ദ പാറ സ്വാഭാവികമായിട്ടും ഫിലോസഫിക്കൽ ഐക്കൺ ആയിട്ടുള്ള വിവേകാനന്ദൻ്റെ പേരിലുള്ള ഒരു സ്ഥലത്ത്, അദ്ദേഹം ധ്യാനിച്ച ചരിത്രമുള്ള ഒരു സ്ഥലത്ത് തന്നെ വന്ന് പറയുമ്പോൾ ഇത്തരം ഒരു താരതമ്യം സ്വാഭാവികമായിട്ടും BJP അണികളുടെ ഭാഗത്ത് നിന്ന് അവരുടെ താത്വിക വിഭാഗത്തിൽ നിന്നൊക്കെ ഉണ്ടാകുമെന്നുള്ളതിൽ തർക്കമൊന്നുമില്ല. അങ്ങനൊരു താരതമ്യം നടത്തി കിട്ടണം എന്ന് സ്വാഭാവികമായിട്ടും BJP ആഗ്രഹിക്കുന്നുണ്ടാവില്ലേ? അല്ല, ഇതിപ്പോൾ എല്ലാ ആളുകളും ക്ഷേത്രങ്ങൾ സന്ദർശിക്കുകയും ഇത്തരം പ്രധാന കേന്ദ്രങ്ങളിലൊക്കെ പോവുകയും ചെയ്യുന്നത് സ്വാഭാവികമാണ്. ഇപ്പോൾ രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ യാത്രയുടെ ഭാഗമായി പലയിടത്തും അദ്ദേഹം ക്ഷേത്രങ്ങൾ സന്ദർശിച്ചു, അതേപോലത്തെ പ്രധാന കേന്ദ്രങ്ങളിലൊക്കെ പോയി. പക്ഷേ രാഹുൽ ഗാന്ധി വന്നപ്പോൾ ഇവിടെ BJPക്കാർ അദ്ദേഹത്തെ പൊറോട്ട തിന്നാൻ വരികയാണ് എന്ന് പറഞ്ഞ് പരിഹസിക്കുന്ന ഒരു രീതി ഉണ്ടായി. ഏതായാലും അത് സ്വാഭാവികമാണെന്നേ. ഒരു നേതാവ് എന്തെങ്കിലും തരത്തിലേക്ക് ഒരു പ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ അതിൽ വിവാദമുണ്ടാകും എന്നത് അത് മറുപക്ഷത്തിൻ്റെ ഒരു ലക്ഷ്യമാണ്. ഏതായാലും ഈ 11,555 അടി 11,755 അടി ഉയരത്തിലുള്ള കേദാർനാഥിലേക്ക് അദ്ദേഹം പോകുന്നു. അത് നമ്മളിപ്പോൾ എത്രയോ ആളുകൾ ഈ തീർത്ഥാടനത്തിന് പോകുന്ന ആളുകൾക്കൊക്കെ അത് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ആത്മസംതൃപ്തിയുടെയൊക്കെ ഒരു ഘടകമായി വേണമെങ്കിൽ കാണാം. അങ്ങനെ തന്നെയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ പ്രധാനമന്ത്രി അതിനെ ഒരു സ്റ്റണ്ടായി ഉപയോഗിക്കുന്നു എന്ന് വിമർശിക്കുന്നവർക്ക് അങ്ങനെ വിമർശിക്കാം, അതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ സ്വാഭാവികമായും ഇന്ത്യ ഇത്തരം തീർത്ഥാടനങ്ങളുടെ ഒരു രാജ്യമാണ്. ഇത് ഏത് മതത്തിലെ ആളുകളായിക്കോട്ടെ, ഇപ്പോൾ അത് ഇന്ന മതം എന്നൊന്നുമില്ല. അത് വേളാങ്കണ്ണി ആയാലും ശരി, രാമേശ്വരമായാലും ശരി, ശബരിമലയായാലും ശരി, തിരുപ്പതി ആയാലും ശരി, അതേപോലെ പലവിധം. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ ധ്യാനം, അദ്ദേഹത്തിൻ്റെ ഈ യാത്ര പ്രചാരണവുമായി ബന്ധപ്പെട്ട് BJP ഉയർത്തിപ്പിടിക്കും. അത് അമിത്ഷാ അടക്കമുള്ളവരുടെ പരാമർശങ്ങളിൽ വരും, പ്രസംഗത്തിൽ അത് വരും, അണികൾ അത് ഏറ്റുപറയും. അങ്ങനെ അത് ഒരു വെറും ഒരു സന്ദർശനം മാത്രമായിട്ടല്ല, അതൊരു പ്രചാരണത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ 7ാം ഘട്ടത്തിൽ ഉപയോഗിക്കപ്പെടും എന്നുള്ളതിൽ തർക്കമൊന്നുമില്ല. സ്വാഭാവികമായും ഇനി വരാനിരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഈ ഒരു വിഷയം, അതായത് അവർ ഉയർത്തിക്കൊണ്ടുവരുന്ന NDA ഉയർത്തുന്ന ഒരു വിഷയം ഇന്ത്യയുടെ അസ്തിത്വം എന്നതിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു പ്രചരണ രീതിയാണെന്നാണ് അവർ അവകാശപ്പെടുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഇന്ത്യയുടെ പ്രസക്തി എടുക്കുന്നു. അതേസമയം ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അവസാന ഘട്ടത്തിലായപ്പോൾ നമ്മുടെ മറ്റു ചില ആളുകൾ, ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ പിണറായി വിജയൻ, അദ്ദേഹത്തിൻ്റെ ഒരു വിശ്രമം വേണമെന്ന് തോന്നി, അദ്ദേഹം വിദേശത്തേക്ക് പോയി. അപ്പോൾ സ്വാഭാവികമായും അങ്ങനെ ആളുകൾക്ക് പോകാവുന്നതാണ്. അപ്പോൾ ഓരോരുത്തരും അവരവരുടെ താല്പര്യം അനുസരിച്ച് ചിലർ സിംഗപ്പൂരിലേക്കോ മലേഷ്യയിലേക്കോ മിഡിൽ ഈസ്റ്റിലേക്കോ പോകും. ആ പറഞ്ഞൊരു പോയിന്റ് ഉണ്ടല്ലോ, ആ പോയിന്റ്, ആ നിലപാടിൽ നിന്നുകൊണ്ട് പ്രചാരണം നടത്തും എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ നോക്കൂ, നിങ്ങളുടെ നേതാക്കൾ എന്ത് ചെയ്തു? ഞങ്ങൾ ഇതാ പോകുന്നത് ഇത്തരം ഒരു തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത്. അല്ല, അവർക്കും പറയാം, അത് പ്രചാരണമാണ്, അത് ഏത് തരത്തിലുള്ള, അത് ഉപയോഗിക്കും. അതിനകത്ത് ഇപ്പൊ രാഷ്ട്രീയമാണ്, അതിൽ തെറ്റൊന്നും കാണാനില്ല. അത് ഉപയോഗിക്കപ്പെടും. അത് ഉപയോഗിക്കുന്ന മാത്രമല്ല, അത് നേരത്തെ തന്നെ പറഞ്ഞു, കോൺഗ്രസ് പരാജയപ്പെട്ട് കഴിഞ്ഞാൽ
അവർ ഇങ്ങനെ വിദേശത്തേക്ക് ടൂറിന് പോകും. ആ ടൂറിന് പോകുന്നതിൻ്റെ ഉത്തരവാദിത്വം മല്ലികാർജുൻ ഖാർഗെയുടെ തലയിൽ കെട്ടിവെക്കുമെന്ന ആരോപണം BJP നേരത്തെ തന്നെ തുടങ്ങി കഴിഞ്ഞു. ഇതിനിടയിൽ ഒന്ന് സംഭവിച്ചിരിക്കുന്നത്, ഇതിനിടയിൽ യാത്രാ വിവരങ്ങൾ ചോർന്ന ഒരു റിപ്പോർട്ടിലേക്ക് കൂടി, അതായത് കന്യാകുമാരിയിലേക്ക് എത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള സുരക്ഷാ വിവരങ്ങൾ ചോർന്നു. പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ചീഫ് സെക്രട്ടറിക്ക് അയച്ച യാത്രാ വിവരങ്ങളുടെ പകർപ്പ് ന്യൂസ് 8 ലഭിക്കുകയും ചെയ്തു. നമുക്ക് ആ ഒരു വാർത്ത കൂടെ കണ്ടേക്കാം. കഴിഞ്ഞ 27-ാം തീയതി പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് സംസ്ഥാന ചീഫ് സെക്രട്ടറിക്ക് അയച്ച പ്രധാനമന്ത്രിയുടെ യാത്രാ വിശദാംശങ്ങൾ അടങ്ങിയ രേഖയാണ് ഇപ്പോൾ പുറത്തായിരിക്കുന്നത്. അതീവ സുരക്ഷാ നിർദ്ദേശങ്ങൾ അടങ്ങിയിട്ടുള്ള പ്രധാനമന്ത്രി തിരുവനന്തപുരത്തേക്ക് 30-ാം തീയതി എത്തുന്ന ഹെലികോപ്റ്ററിൻ്റെ വിശദാംശങ്ങളും അവിടെ നിന്ന് കന്യാകുമാരിയിലേക്ക് പോകുന്നതുമായി ബന്ധപ്പെട്ട യാത്രാ വിവരങ്ങളും, തുടർന്ന് 1-ാം തീയതി ജൂൺ 1-ാം തീയതി വൈകുന്നേരം 4:10 ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ വിമാനത്തിൽ തിരുവനന്തപുരത്ത് നിന്ന് ഡൽഹിയിലേക്ക് മടങ്ങുന്നതുമായിട്ട് ബന്ധപ്പെട്ട മുഴുവൻ യാത്രകളുടെ വിശദാംശങ്ങൾ ഈ രേഖയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി സഞ്ജയ് ബസ്വാർ സംസ്ഥാന ചീഫ് സെക്രട്ടറിക്ക് അയച്ച രേഖകൾ ആണിത്. അതിൽ വ്യക്തമായി പ്രധാനമന്ത്രിയുടെ യാത്രാപഥം എങ്ങനെയായിരിക്കണം, ഓരോ സ്ഥലത്തും എത്തേണ്ട സമയക്രമം ഏതൊക്കെയാണ് എന്നതടക്കമുള്ള എല്ലാ വിശദാംശങ്ങളും കൃത്യമായി തന്നെ പ്രതിപാദിച്ചിട്ടുമുണ്ട്. പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ VVIP സുരക്ഷ അത് സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പാണ് നിർവഹിക്കുന്നത്. സ്വാഭാവികമായി SPG സുരക്ഷാ മാനദണ്ഡങ്ങളൊക്കെ ഉറപ്പുവരുത്തിക്കൊണ്ട് തന്നെയാണ് ഈ യാത്രയുടെ സമയം, യാത്ര ചെയ്യേണ്ട ഹെലികോപ്റ്ററോ വിമാനം ഏത് തരത്തിലായിരിക്കണം എന്നതടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനം എടുക്കുക. അതീവ സുരക്ഷിതമായി തന്നെ അത് സൂക്ഷിക്കുകയും ചെയ്യും. സ്വാഭാവികമായി സംസ്ഥാന ചീഫ് സെക്രട്ടറി അത് പ്രോട്ടോകോൾ ഓഫീസർക്ക് കൈമാറുകയും പ്രോട്ടോകോൾ ഓഫീസർ തുടർ നടപടികൾ എടുക്കുകയും ചെയ്യുന്ന സാധാരണ പതിവാണ് ഇത്തരം VVIP സന്ദർശനങ്ങളിൽ ഉണ്ടാകാറുള്ളത്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾക്കോ മറ്റ് പൊതുജനങ്ങൾക്കോ യാതൊരു തരത്തിലും അറിവുണ്ടാകാത്ത വിധത്തിൽ തന്നെയായിരിക്കും യാത്രാപഥം അടക്കം തീരുമാനിക്കുകയും ചെയ്യുന്നത്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട കൃത്യമായ വിശദാംശങ്ങൾ പ്രധാനമന്ത്രി എത്തുന്ന ഹെലികോപ്റ്ററിൻ്റെയും ഇന്ത്യൻ എയർഫോഴ്സ് വിമാനത്തിൻ്റെയും കൃത്യമായ വിവരങ്ങൾ അടങ്ങിയിട്ടുള്ള രേഖ തന്നെയാണ് ചീഫ് സെക്രട്ടറി ഓഫീസിൽ നിന്ന് ചോർന്നിരിക്കുന്നത്. ഇത് എങ്ങനെയാണ് പുറത്തായത് എന്നത് സംബന്ധിച്ച വ്യക്തമായ വിവരങ്ങളെക്കുറിച്ച് പ്രധാനമന്ത്രിയുടെ ഓഫീസും സംസ്ഥാന സർക്കാരിനോട് വിശദീകരണം തേടിയേക്കും. എന്തായാലും പ്രധാനമന്ത്രിയുടെ യാത്രയുടെ സമയക്രമത്തിൽ ഈ വിവരങ്ങൾ പുറത്തായതിൻ്റെ പശ്ചാത്തലത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റം ഉണ്ടാകുമോ എന്നതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. ഏതായാലും കന്യാകുമാരിയിൽ അവിടെ സുരക്ഷാ സംവിധാനങ്ങൾ വളരെ ശക്തമാക്കിയിരിക്കുകയാണ്. ഇപ്പോൾ പാറയും പരിസര പ്രദേശങ്ങളും എല്ലാം സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ നിയന്ത്രണത്തിലാണ് എന്നാണ് അവിടെ നിന്ന്. ആ തരത്തിൽ അങ്ങനെ ഒരു സന്ദർശനം അവിടെ നിൽക്കുമ്പോഴും 7-ാം ഘട്ടത്തിലുള്ള വാക്പോരുകൾ, ആ രീതിയിലുള്ള രൂക്ഷമായിട്ടുള്ള പരാമർശങ്ങൾ, ഒരുപക്ഷെ വിവാദപരമാകുന്ന തരത്തിലുള്ള പരാമർശങ്ങളൊന്നും ഒഴിവാക്കപ്പെടുന്നില്ല. അത് പ്രധാനമന്ത്രി തന്നെയും കോൺഗ്രസിന്റെ പ്രകടന പത്രിക മുസ്ലിം ലീഗിൻ്റെതാണെന്നാണ് നരേന്ദ്രമോദി എന്ന് പറഞ്ഞത്. കഴിഞ്ഞ ദിവസം ജൂൺ 4-ന് പുതിയ കാലഘട്ടത്തിന് തുടക്കമാകും എന്നേക്ക് നൽകിയ അഭിമുഖത്തിലാണ് പ്രധാനമന്ത്രി പറയുന്നത്. ഇന്ന് അദ്ദേഹം ജാർഖണ്ഡിൽ ചോദിച്ചിരിക്കുന്നു, JMM-നെതിരായിട്ടാണ്, നുഴഞ്ഞു കയറ്റക്കാരെ സംരക്ഷിക്കുകയാണ് എന്ന് പ്രധാനമന്ത്രി പറയുന്നു. അതിനകത്ത് പ്രധാനമന്ത്രി പറയുന്നത് ഈ പ്രദേശം തന്നെ നുഴഞ്ഞു കയറ്റക്കാരുടെ വെല്ലുവിളികളുമായി പൊരുതുകയാണ്, അതുമൂലം ആദിവാസി ജനസംഖ്യ അതിവേഗം കുറയുന്നു എന്നെല്ലാം അദ്ദേഹം പറയുന്നു. അതിനൊപ്പം പറയുന്നത് ലവ് ജിഹാദ് എന്ന വാക്ക് ആദ്യമുണ്ടായത് ജാർഖണ്ഡിൽ നിന്നാണ് എന്നൊരു ഒരു പരാമർശം പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള പല രീതിയിലുള്ള പ്രതികരണങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു ഇന്ത്യ സഖ്യത്തിലെ നേതാക്കളുടെ ഭാഗത്തു കൊണ്ട്. എന്തുകൊണ്ട് അത്തരം ഒരു വർഗീയ പരാമർശങ്ങളിലേക്ക് 7-ാം ഘട്ടം കടക്കുന്നു? ഈ NDA കൂടുതൽ ഇൻസെക്യൂർ ആകുകയാണ് എന്നുള്ളതാണോ അതിൻ്റെ കാരണം? അല്ല, എല്ലാ ഘട്ടത്തിലും കോൺഗ്രസിൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് ഹിസ്റ്ററി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ 1993 തൊട്ട് ഇത് വരുന്നുണ്ട്, മുസ്ലിം റിസർവേഷൻ വേണമെന്ന്. അത് ഇപ്പോൾ നമ്മുടെ ആദ്യം കോട്ടില വിജയഭാസ്കർ റെഡ്ഡിയാണ് ആന്ധ്രാപ്രദേശിൽ ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിക്കുന്നത്. പിന്നെ പല ആളുകളും അത് ഏറ്റുപിടിക്കുന്നുണ്ട്. YSR ഏറ്റുപിടിക്കുന്നുണ്ട്, കർണാടകയിൽ അത് ഏറ്റുപിടിക്കുന്നുണ്ട്, മറ്റു പലയിടങ്ങളിലും അത് ഏറ്റുപിടിക്കുന്നുണ്ട്. പിന്നെ അങ്ങനെ ഒരു ആവശ്യം ഒരു വശത്തു നിന്ന് ശക്തമായി വരുന്നുണ്ട്. അതേസമയം നമ്മുടെ ഭരണഘടന പറയുന്നത് മതത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു സംവരണത്തെക്കുറിച്ച് ഇല്ല. അതേസമയം ഏതെങ്കിലും ഒരു വിഭാഗം, കോടതികൾ ഇത് പല ഘട്ടത്തിൽ പരിശോധിച്ചു, ഏതെങ്കിലും ഒരു വിഭാഗം, അത് മുസ്ലിം വിഭാഗത്തിനായിക്കോട്ടെ അല്ലെങ്കിൽ ഏതെങ്കിലും ന്യൂനപക്ഷ വിഭാഗത്തിനായിക്കോട്ടെ, അവർ പിന്നോക്കാവസ്ഥയിലാണെങ്കിൽ അതാത് പ്രദേശത്തെ സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് അവർക്ക് റിസർവേഷൻ നൽകാം എന്ന ഒരു വിഷയമൊക്കെ വരുന്നു. ഏതായാലും ഈ തെരഞ്ഞെടുപ്പിൽ ഒക്കെ ഉയർന്നു വരുന്ന ഒരു പ്രധാന വിഷയം ഈ ന്യൂനപക്ഷ റിസർവേഷൻ ആണ്. അതിനെ വളരെ തന്ത്രപൂർവ്വം ഇവിടെ NDA അവരുടെ വോട്ട് ഏകീകരണത്തിന് ഉപയോഗിക്കുകയാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ന്യൂനപക്ഷ പിന്നോക്ക വിഭാഗങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് പലപ്പോഴും BJPക്കെതിരെ ആയി ഉപയോഗിച്ചിരുന്നത്. പക്ഷേ ഇവിടെ അദ്ദേഹം അതിനെ സ്പ്ലിറ്റ് ചെയ്യാനാണ് നോക്കുന്നത്.
അതായത് പക്ഷേ ആ സ്പ്ലിറ്റ് ചെയ്ത് പക്ഷേ അപ്പോഴും ഒരു വിയോജിപ്പുണ്ട് മനീഷ്. ആ സ്പ്ലിറ്റ് ചെയ്ത് പറയുന്നത് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരത്തെ തന്നെ ഇടപെട്ടതാണ്. ചില പരാമർശങ്ങൾ അത് കോൺഗ്രസിനെതിരെയും അത് ബി ജെ പിക്കെതിരെ എന്ന് പറയുമ്പോൾ അത് ഏത് പരാമർശമായിരുന്നു എന്നുള്ളതൊക്കെ നമുക്ക് അറിയുന്ന കാര്യമാണ്. ആ തരത്തിലുള്ള ചില പരാമർശങ്ങൾ പറയുന്നത് അത് കൃത്യമായിട്ട് അതിനകത്തൊരു വർഗീയ വിഷയമുണ്ട്, അല്ലെങ്കിൽ ആ തരത്തിലൊരു ന്യൂനപക്ഷത്തിനെതിരെയുള്ള പരാമർശങ്ങൾ അതിനകത്തുണ്ട് എന്ന് സ്വാഭാവികമായിട്ട് വിമർശനങ്ങൾ വരാം. അങ്ങനെ വേണമെങ്കിൽ ചിന്തിക്കാം. കാരണം ന്യൂനപക്ഷത്തെ ഒരു വിഭാഗം അനുകൂലിക്കുന്നു, അവർക്ക് റിസർവേഷൻ കൊടുക്കും, അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കും. ഇപ്പോൾ നമുക്ക് കണ്ടല്ലോ കഴിഞ്ഞ തെലങ്കാനയിലൊക്കെ തെരഞ്ഞെടുപ്പിന് മുസ്ലിം വിഭാഗത്തിലെ മൈനോറിറ്റി ഒരു ഡോക്യുമെൻ്റ് തന്നെ അവർ പുറത്തിറക്കുകയാണ്, ഡോസിയർ തന്നെ, ഇങ്ങനെ എന്താണ് പിന്നോക്ക അല്ലെങ്കിൽ മുസ്ലിം വിഭാഗത്തിന് ന്യൂനപക്ഷ വിഭാഗത്തിന് ചെയ്യാൻ പോകുന്നത് എന്ന് കാണിച്ചുകൊണ്ടൊരു ഡോക്യുമെൻ്റ് ഇറക്കുകയാണ്. അപ്പോൾ അതാണ് BJP കൗണ്ടർ ചെയ്യുന്നത്. അത് ഒരു വശത്ത് നിങ്ങൾ വോട്ട് ബാങ്ക് പൊളിറ്റിക്സിനെ ആശ്രയിച്ച് നിന്നാൽ മറുവശത്ത് ഞങ്ങളിത് തുടരും എന്ന ആ ഒരു നിലപാടാണ് അത് കഴിഞ്ഞ ദിവസം അമിത്ഷാ തുറന്നു പറയുകയും ചെയ്തു. ഒരു വശം വോട്ട് ബാങ്ക് പൊളിറ്റിക്സിന് വേണ്ടി ന്യൂനപക്ഷങ്ങൾക്ക് ഇത്തരം കാര്യങ്ങൾ കൊടുക്കും എന്ന് പറയുമ്പോൾ ഞങ്ങളത് കൊടുക്കില്ല എന്ന് പറയാനുള്ള മറ്റൊരു വിഭാഗത്തിന്റെ നിലപാടാണ്. അത് ഒരു പക്ഷത്തെ മാത്രം ലാക്കാക്കി പറയുന്നു എന്നുള്ള ആരോപണമാണ് ശക്തമാണ്. അത് ആ ഒരു വിഭാഗത്തിന് എത്രത്തോളം ആശങ്കാജനകമായ ഒരു സാഹചര്യം ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഈ നിലപാട് മാറ്റം ഈ ഒരു നിലപാട് എല്ലാ സംസ്ഥാനങ്ങളിലും അതേപടി തുടരുന്നുമില്ല. അത് സംസ്ഥാനങ്ങളനുസരിച്ച് BJP നേതാക്കന്മാരുടെ പരാമർശങ്ങളിൽ അതിന് മാറ്റം സംഭവിക്കുകയും ചെയ്യുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ പല അഭിമുഖങ്ങളിൽ അത് പലതരത്തിൽ വ്യക്തമാക്കുകയും വിശദീകരിക്കുകയാണ്. ഇപ്പോൾ കോൺഗ്രസ് CAA സംബന്ധിച്ച് കേരളത്തിൽ പറയുന്നതല്ലല്ലോ മറ്റൊരു സ്ഥലത്ത് എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായും അതൊക്കെ ഓരോ പ്രദേശത്ത് ചെല്ലുമ്പോൾ ഇപ്പോൾ നമുക്കറിയാലോ, ഇപ്പോൾ നാഷണൽ സിറ്റിസൺസ് രജിസ്റ്ററിനെ കുറിച്ച് ഇവിടെ വലിയ തോതിൽ വാചാലാകുന്ന പല ആളുകളും ആസാമിൽ ചെല്ലുമ്പോൾ അത് അനിവാര്യമാണെന്നാണ് പറയുന്നത്. കാരണം അവിടെ നുഴഞ്ഞുകയറ്റക്കാരുടെ എണ്ണം കൂടുകയാണ്. അപ്പോൾ ഓരോ സ്ഥലത്തെ വൈകാരികപരമായിട്ട് പ്രസ്താവനകൾ നടത്തുമ്പോൾ അത് സ്വാഭാവികമായിട്ടും ഇത്തരം ചില ചട്ടങ്ങൾക്ക് ലംഘനമായി വരുന്നുള്ള ഒരു വിഷയമുണ്ട്. ഞാനിത് ഒരു വിയോജിപ്പ് പറഞ്ഞുകൊണ്ട് പറയുന്നത്, കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഇന്ന് ഒഡീഷയിൽ ഉണ്ടായിരുന്നു. അദ്ദേഹം ഒഡീഷയിൽ നടത്തിയ ഒരു പ്രസംഗത്തിലേക്ക് കൂടി ഒഡീഷ സർക്കാർ രാമഭക്തരെ തടയുകയാണ് എന്ന പരാമർശമാണ് അമിത്ഷാ നടത്തിയത്. രാജ്യം മുഴുവൻ രാമ മഹോത്സവം ആഘോഷിക്കുമ്പോൾ ഒഡിയ മുഖ്യമന്ത്രി നവീൻ ബാബുവും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ അവകാശിയാകാൻ പോകുന്ന തമിഴ് ബാബുവും ഒഡിയക്കാരെ തടയാൻ ശ്രമിച്ചു എന്നായിരുന്നു ഷായുടെ ആരോപണം. അപ്പോൾ ചോദിക്കുന്നു, രാമഭക്തരെ തടഞ്ഞവർക്ക് എങ്ങനെ ജനങ്ങളോട് സംസാരിക്കാനാകും? തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരാൾക്ക് ഒഡീഷയിൽ മുഖ്യമന്ത്രിയാകാൻ കഴിയുമോ എന്ന് ചോദിക്കുന്നു അമിത്ഷാ, നവീൻ പട്നായിക്കിൻ്റെ വിശ്വസ്തൻ VK പാണ്ഡ്യനെ ലക്ഷ്യം വെച്ചുകൊണ്ട്. അപ്പോൾ ഒഡീഷയിൽ താമസിക്കുന്ന ഒരു യുവ മുഖ്യമന്ത്രിയെ ജനം അർഹിക്കുന്നുണ്ട്, അതിന് BJPക്ക് വേണ്ടി വോട്ട് ചെയ്യണത്. അപ്പോൾ രണ്ടാണ് വിഷയം. ഒന്ന്, ഒരു ന്യൂനപക്ഷം അല്ലെങ്കിൽ ഒരു മതപരമായിട്ടുള്ള ഒരു വേർതിരിക്കൽ നടന്നു എന്ന് പറയുക. രണ്ട്, പ്രാദേശികപരമായിട്ടുള്ള ഒരു വേർതിരിക്കൽ നടക്കുക. സ്വാഭാവികമായിട്ടും കഴിഞ്ഞ തവണയും ഈ തമിഴ് VK പാണ്ഡ്യനെ ലക്ഷ്യമിട്ട് പറയുന്ന ഒരു വിഷയം, ഈ വടക്കേ ഇന്ത്യ തെക്കേ ഇന്ത്യ ആ ഒരു വേർതിരിവ് അവിടെ നിൽക്കുകയാണ് എന്നുള്ളൊരു ആരോപണമുണ്ടല്ലോ. അതിന് ബലം കൊടുക്കുന്നതാണ്. അല്ല, ഈ VK പാണ്ഡ്യൻ നമുക്കറിയാതെ ഒറീസയിലെ വലിയൊരു മികച്ച ഒരു IAS ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹം അവിടെ കാളഹണ്ടി എന്ന് പറയുന്ന സ്ഥലത്താണ് ആദ്യം കലക്ടറാക്കി എത്തുന്നത്. അപ്പോൾ നമുക്ക് അറിയാം, ഇന്ത്യയിൽ തന്നെ ഏറ്റവും ദരിദ്രമായ പ്രദേശമാണ് കാളഹണ്ടി എന്ന് നമുക്ക് അന്ന് വിലയിരുത്തപ്പെട്ടിരുന്നത്. പിന്നെ അവിടുത്തെ കർഷകരുടെ താങ്ങുവില ലഭ്യമാക്കുന്നതിനുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ, അതുപോലെ ഈ റൂർക്കേല ഡെവലപ്മെൻറ്റ് ഏജൻസിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം റൂർക്കേലയിലെ അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ആയപ്പോൾ എത്രയോ കാലങ്ങളായി ഒന്നിനും കൊള്ളാതെ കിടന്നിരുന്ന ഈ ഡെവലപ്മെൻറ്റ് ഏജൻസി അദ്ദേഹം പൊടിതട്ടിയെടുത്ത് വലിയ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നു. അദ്ദേഹത്തിന് ഈ മൺറേഗ പോലുള്ള പദ്ധതികൾ നടപ്പിലാക്കുന്നത് വിജയിക്കാൻ കഴിയുന്നു. അങ്ങനെ അദ്ദേഹം ഒരു ദീർഘകാലം അദ്ദേഹത്തിൻ്റെ സേവനങ്ങൾ ഒരു പ്രഗത്ഭനായ IASകാരൻ എന്ന നിലയിലൊക്കെ ആകുന്നു. പക്ഷേ പിന്നീട് അദ്ദേഹം ഈ നവീൻ പട്നായിക്കിൻ്റെ കീഴിലേക്ക് വരുന്നു. തുടർന്ന് അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി ആകുന്നു. പിന്നീട് അദ്ദേഹം പാർട്ടിയിലേക്ക് വരുന്നു. അപ്പോൾ ഇത് ആ ഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഒരു പ്രശ്നം അവിടെ ഈ പലപ്പോഴും ഇപ്പോൾ ജോഡയിൽ വലിയൊരു കമ്മ്യൂണൽ ക്ലാഷ് ഉണ്ടായി. അത് 2002 തന്നെ വിചാരിക്കുന്നത്. അന്ന് രാംനവമി യാത്ര പോകുന്നതുമായി ബന്ധപ്പെട്ട് അതിലേക്ക് കല്ലേറുണ്ടായി, കുപ്പിയെറിഞ്ഞു. ഇങ്ങനെ പല ഘട്ടങ്ങൾ. ഇപ്പോൾ കഴിഞ്ഞ വർഷം ഈ ഹനുമാൻ ജയന്തിയുമായി ബന്ധപ്പെട്ടുള്ള ആഘോഷങ്ങൾക്ക് നേരെ അക്രമമുണ്ടായി. അതിനെ തുടർന്ന് വലിയ വർഗീയ കലാപങ്ങൾ തരത്തിലേക്ക് കാര്യം നിന്നു. 144 അവിടെ പ്രഖ്യാപിക്കേണ്ടി വന്നു. ഈ ഘട്ടങ്ങളിലൊക്കെ ഈ ഹൈന്ദവ ആഘോഷങ്ങൾ തടസ്സപ്പെട്ടു.
അതിന് ഒരു രാഷ്ട്രീയ വിഷയമായി അല്ല, സ്വാഭാവികമായി അത് ഉയർത്തി. സർക്കാർ തന്നെ അതിനെ തടസ്സപ്പെടുത്തുന്നു സർക്കാരാണ് തടസ്സപ്പെടുത്തിയത്. എന്ന രീതി 144 പ്രഖ്യാപിച്ചാൽ പിന്നെ എങ്ങനെ രാമനവമി ആഘോഷിക്കാൻ കഴിയും? അക്രമ സാഹചര്യം നിലനിൽക്കുമ്പോൾ ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരു ക്രമസമാധാനം പുനഃസ്ഥാപിക്കേണ്ട അത്രേ ഉള്ളൂ. ലോകം മുഴുവൻ രാമനവമി ആഘോഷിക്കുമ്പോൾ അതിന് അവകാശം നിങ്ങൾ മുഖ്യമന്ത്രിയാക്കുക എന്ന് ചോദിക്കുന്നിടത്ത് അതിനൊരു അവിടെ അങ്ങനെയല്ല. അദ്ദേഹം പറഞ്ഞത് ഒറീസ സംസാരിക്കാൻ കഴിയുന്ന, ഫ്ലുവൻ്റായി സംസാരിക്കാൻ കഴിയുന്ന ഒരാളായിരിക്കും അടുത്ത ഒറീസയുടെ മുഖ്യമന്ത്രി എന്ന് അദ്ദേഹം പറഞ്ഞു. ഇവിടെ തമിഴ്നാട്ടിൽ നിന്ന് ഉടനെ തന്നെ അന്നേ ഇത് നേരത്തെ ഉണ്ടായതാണ്. വി കെ പാണ്ഡ്യനുമായുള്ള തർക്കം നേരത്തെ ഉണ്ടായത്. അതായത് തമിഴ്നാട്ടുകാരെ കള്ളന്മാർ എന്ന് വിളിച്ചു എന്ന് പറഞ്ഞ് മുക സ്റ്റാലിൻ എത്തുന്നു. വി കെ പാണ്ഡ്യന് പിന്തുണ. DMK-യോട്, തമിഴ്നാട് ദ്രാവിഡ രാഷ്ട്രീയത്തോട് സ്വാഭാവികമായിട്ടും NDA-ക്കുള്ള അല്ലെങ്കിൽ BJP-ക്കുള്ള ആ ഒരു റിഫ്റ്റ് ഉണ്ട്. ഞാൻ പറയുന്നത് ഇതൊക്കെ അത്രേ ഉള്ളൂ. ഇതിപ്പോ തമിഴ് നാട്ടുകാരായ ആളുകളെ അധിക്ഷേപിക്കുകയൊന്നുമല്ല ചെയ്തതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഏതായാലും ഒറീസയെക്കുറിച്ച് അറിയുന്ന, ഒറീസയുടെ വിഷയങ്ങൾ അറിയുന്ന ഒരാൾ മുഖ്യമന്ത്രിയായി വരാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് അവർക്ക് പറയാനുള്ള അധികാരമുണ്ട്. അത് ഏതെങ്കിലും ഒരു ജനവിഭാഗത്തിനെതിരാണോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ മറുപടി നവീൻ പട്നായിക്ക് ഇതുമായി ബന്ധപ്പെട്ട് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. BJP നേതാക്കൾ, കേന്ദ്ര നേതാക്കൾ നടത്തുന്ന പരാമർശങ്ങൾക്ക് ആ രീതിയിൽ തന്നെ മറുപടി തന്നെയാണ് അവരുടെ ഭാഗത്ത് നിന്ന് വരികയും ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഒഡീഷ കൂടി കഴിഞ്ഞിരിക്കുന്നു. ഇനി മറ്റ് വളരെ പ്രധാനപ്പെട്ട വിഷയം, ബീഹാർ അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ബംഗാളിൽ മമത ഇന്ത്യ സഖ്യത്തിൽ നിന്ന് അകലുന്നു എന്നുള്ള അഭ്യൂഹങ്ങളൊക്കെ ഒരു വശത്ത് വരുന്നുണ്ട്. അതിലേക്കെല്ലാം വരാം വളരെ പെട്ടെന്ന് ഇടവേള. എബ്രഹാമാണ് ഇന്ന് പുലർച്ചെ ഉണ്ടായ അപകടത്തിൽ മരിച്ചത്. അദ്ദേഹം ഉൾപ്പെടെ 4 പേരാണ് മത്സ്യബന്ധന വള്ളത്തിലുണ്ടായിരുന്നത്. ശക്തമായ തിരയടിയിൽ വള്ളം മറിയുകയായിരുന്നു. തുടർന്ന് 4 പേരെയും ആശുപത്രിയിൽ എത്തിച്ചു. എന്നാൽ എബ്രഹാമിന് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. തുടർന്ന് അദ്ദേഹത്തിന്റെ അന്ത്യം ആശുപത്രിയിൽ സംഭവിച്ചു. ഇതിന് പിന്നാലെ തന്നെ മറ്റ് ഒരു വള്ളം കൂടി മറിഞ്ഞു. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. ഇപ്പോഴും ശക്തമായ തിരയടിയാണ് ഉള്ളത്. ആദ്യത്തെ അപകടത്തിന് പിന്നാലെ രണ്ടാമതൊരു വള്ളം കൂടി മറിഞ്ഞു. അതിൽ ഒരാളെ കാണാതായെങ്കിലും പിന്നീട് തിരച്ചിലിനൊടുവിൽ കണ്ടെത്തി. കോസ്റ്റൽ പോലീസിന്റെ ബോട്ട് ഇപ്പോഴും ഇവിടെ തന്നെ സ്ഥിതി ചെയ്യുന്നുണ്ട്. മാത്രമല്ല കഴിഞ്ഞ ദിവസം മഴയ്ക്കൊരു ശമനമുണ്ടായതോടുകൂടിയാണ് മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനത്തിനായി പുറപ്പെട്ടത്. പക്ഷേ അപ്രതീക്ഷിതമായി വീണ്ടും മഴ ശക്തി പ്രാപിക്കുകയായിരുന്നു. ഇന്നലെ ഈ കടലിൽ പോയ വള്ളങ്ങൾക്ക് ഇപ്പോൾ തിരികെ ഇവിടെ കയറാൻ കഴിയാത്ത സാഹചര്യമാണ്. ഇപ്പോൾ ഇവിടുത്തെ പരിസരവാസികൾ ചേരുന്നുണ്ട്. തുടർച്ചയായിട്ട് അപകടം ഉണ്ടാവുകയാണല്ലോ. ഇവിടെ ഈ ഹാർബർ എന്ന് വെച്ചാൽ ആൾക്കാരെ കൊല്ലാൻ കൊണ്ടുവന്ന ഹാർബറാണ്. ഡിസംബർ മാസമാണെങ്കിലും മരണങ്ങളാണ് ഉണ്ടാവുക. ഒരു ബോട്ട് മറിഞ്ഞു കഴിഞ്ഞാൽ അത് മരണമായിട്ടാണ് പോകുന്നത്. അപ്പൊ നമ്മുടെ ജനങ്ങള് ഇതിന് വലിപ്പം കൊണ്ടാണ് ആൾക്കാരെ ജോലിക്ക് പോകുന്നത്. സർക്കാർ പറയും ജോലിക്ക് പോകണ്ടെന്ന്. വിഷമം കൊണ്ടാണ് വീട്ടിലൊരു വിഷമം കൊണ്ടാണ് ഒരു വ്യക്തികൾ പോകുന്നത്. വരുമ്പോഴും ഇതുപോലെ ഒരു ചെറിയ കടക്ഷോഭം വരുമ്പോൾ ബോട്ട് ഓടിയും ബോട്ട് മറിഞ്ഞു, പിന്നെ ആളിനെ കിട്ടുന്നില്ല. അങ്ങനെ അപ്പൊ ഡിസംബർ മാസവും മരണങ്ങൾ ഉണ്ടാവാണ് ഈ ഹാർബറിന്റെ അകത്ത്. ഈ മഴക്കാലത്തല്ലാതെ തന്നെ ആളുകൾ മരിക്കുന്ന സാഹചര്യമുണ്ട്. 10 കൊല്ലം കൊണ്ട് ഏതാണ്ട് 70ഓളം പേരാണ് ഇവിടെ മരിച്ചത്. അപ്പൊ ഇതിന്റെ 76ഓളം പേര്. ഇതിന്റെ ഈ നിർമ്മാണം മാറ്റി ചെയ്യണമെന്നുള്ളതാണ്. വീതി കുറവാണ്. അതാണ് ഏറ്റവും വലിയ പ്രശ്നമായി പറയുന്നത്. ചേട്ടൻ പറഞ്ഞാണെങ്കിൽ 10 വർഷം കൊണ്ട് ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ സമര പരിപാടികളും റോഡ് ഉപരോധവും സ്ട്രൈക്കും എല്ലാം നടത്തുന്നുണ്ട്. ഈ മരിച്ച ഡെഡ് ബോഡി ഉൾപ്പെടെ പാലത്തിന് മുകളിൽ വെച്ച് സമരം നടത്തിയിട്ടുണ്ട്. അപ്പോഴിവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് തൊട്ട് MLA മന്ത്രി വരെ ഇവിടെ വന്ന് നോക്കുന്നു, കാണുന്നു, പോകുന്നു. അവരാരും ഇതുവരെ ഒരു തീരുമാനങ്ങൾ എടുത്തിട്ടില്ല. മരണങ്ങൾ വീണ്ടും തുടർച്ചയായി സംഭവിക്കുന്നു. നിങ്ങളെപ്പോലെ പത്രക്കാരും ചാനലുകാരും വന്ന് റിപ്പോർട്ട് തയ്യാറാക്കുന്നു. നിങ്ങളും പോവുകയാണ്. മന്ത്രി, MLA എല്ലാ രാഷ്ട്രീയ ആൾക്കാരും പോവുകയാണ്. ആരും വന്ന് തിരിഞ്ഞു നോക്കുന്നില്ല. ഈ നിർമ്മാണത്തിന്റെ പ്രശ്നം പല ഘട്ടങ്ങളിലായി പറയുന്നതാണ്. ഇതിന്റെ വീതി കൂട്ടണമെന്നുള്ളത് ഇപ്പോഴും എത്രയോ കോടി രൂപ മുലപ്പൊഴിക്ക് വേണ്ടി അനുവദിച്ചിട്ടുണ്ട്. ഈ കോടികൾ ചെലവാക്കി ഇതാണ്ട് ഒരു മമ്മട്ടി കൊണ്ടിട്ട് മണ്ണ് കോരുന്ന പോലെയാണ് ഈ ഡ്രഡ്ജിംഗ് കപ്പൽ 3 മാസം കൊണ്ട് ഇവിടെ നിന്ന് മണ്ണ് കോരുന്നത്. അവരൊപ്പം ഏഴാം ഘട്ടത്തിലേക്കുള്ള പ്രചാരണങ്ങൾ പല രീതിയിൽ ഈ പറഞ്ഞതുപോലെയുള്ള ആരോപണ ശരങ്ങളിലൂടെ മുന്നോട്ട് പോകുമ്പോൾ അതിനിടയിൽ വന്ന ഒരു വാർത്ത, ഒരു റിപ്പോർട്ട്, ഇന്ത്യ സഖ്യത്തിൽ വീണ്ടും വിള്ളലോ എന്നുള്ളൊരു അഭ്യൂഹമായിരുന്നു. ആ തരത്തിലുള്ള അഭ്യൂഹങ്ങളൊക്കെ പരക്കുകയായിരുന്നു. പ്രധാന കാരണം ഇന്ത്യ സഖ്യം ജൂൺ 1 നടക്കുന്ന യോഗത്തിൽ പങ്കെടുക്കുന്നില്ല എന്ന് പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി വ്യക്തമാക്കിയതാണ്. കോൺഗ്രസുമായിട്ടുള്ള ഒരു എതിർപ്പ് കൊണ്ടാണോ മമത പങ്കെടുക്കാത്തത് കാരണമെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ സജീവമായി. പക്ഷേ അതിന് വിശദീകരണവുമായി തൃണമൂൽ തന്നെ രംഗത്ത് വന്നു. ബംഗാളിൽ അവസാനഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്നത് കൊണ്ടാണ് പങ്കെടുക്കാതിരിക്കുന്നത് എന്നാണ് തൃണമൂൽ പറയുന്നത്. പശ്ചിമ ബംഗാളിൽ ഒരേ ദിവസം 10 സീറ്റ് തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് യോഗത്തിന് വരാൻ കഴിയില്ല എന്ന് മമത തന്നെ പറയുന്നു. ചുഴലിക്കാറ്റ് ദുരിതാശ്വാസമാണ് തന്റെ മുൻഗണനയെന്നുമായിരുന്നു മമതയുടെ പ്രതികരണം. മമതാ ബാനർജിയുടെ വാക്കുകളിൽ പോയ ശേഷം നമുക്ക്
और इंडिया टीम तो 1 तारीख में ही मीटिंग कर दिया था। मैंने बोला देखो 1 तारीख मैं नहीं जा सकती हूँ कि हमारा इधर में 10 सीट का चुनाव है। वो दिन पंजाब में भी चुनाव लगता है, वो दिन और सारी जगह में चुनाव है, यूपी में भी है। चलो यूपी तो उसका स्टेट है लेकिन अखिलेश है, बिहार में भी है। और चुनाव चलते हैं 6 बजे तक, जो लाइन में खड़ा होता है उसका वोट खत्म होना रात 10 बज जाता है। तो हम कैसे छोड़ के चले जाएंगे? ഒരു വശത്ത് ഇന്ത്യ സഖ്യവുമായിട്ട് അങ്ങനെ ഒരു എതിർപ്പില്ല. മമത എടുക്കുന്ന നിലപാട് ഇപ്പോഴും അത് ഏത് തരത്തിലാണ് എന്നുള്ള ഇതുമായി ബന്ധപ്പെട്ട് ആ 7 ഘട്ടത്തിലും ഒരു സസ്പെൻസ് അങ്ങനെ നിലനിന്ന് പോന്നിരുന്നു. ബംഗാളിൽ തൃണമൂലിൻ്റെ നിലപാട് തൃണമൂലിൻ്റെ മാത്രം രാഷ്ട്രീയ നിലപാടായിട്ട് തുടരുന്ന ഒരു സാഹചര്യം അതങ്ങനെ തന്നെ അല്ല. അതിനെ രണ്ട് തരത്തിൽ കാണാം. ഒന്ന്, മമതാ ബാനർജി അവരുടെ നില കുറെ കൂടി ഉറപ്പാണ് എന്ന തരത്തിൽ അവർക്ക് ഒരു കോൺഫിഡൻസ് വർദ്ധിക്കുന്നു. ആ ഘട്ടത്തിൽ അവർ കൂടുതൽ വിലപേശലിന് തയ്യാറാകുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാം. മറ്റൊന്ന്, ഇപ്പോൾ ഈ ബംഗാളിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന ഈ സ്ഥലങ്ങൾ, ഇപ്പോൾ അത് ദുംദും ആയിക്കോട്ടെ, പിന്നെ കൊൽക്കത്ത ദക്ഷിണായിക്കോട്ടെ, ഉത്തറായിക്കോട്ടെ, ജാദവ്പൂർ ആയിക്കോട്ടെ, ബറാസത്ത് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ജയനഗർ ആയിക്കോട്ടെ, ഇവിടെയെല്ലാം തൃണമൂൽ കോൺഗ്രസ്സിന് വലിയ സാധ്യതയുള്ള സ്ഥലങ്ങളാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവർ വലിയ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ ഇത്രയും പ്രദേശങ്ങൾ വിജയിക്കേണ്ടതിൻ്റെ ഒരു ആവശ്യകത അവരുടെ നിലവിലുള്ള ആ സംഖ്യയിലേക്ക് നിലനിർത്താൻ ആവശ്യമാണ്. മാത്രമല്ല അവർ മറ്റിടങ്ങളിൽ ജയിക്കുകയും വേണം. അപ്പോൾ അതിനുവേണ്ടി ഇത്രയും പ്രദേശങ്ങളിൽ അവിടെ മാത്രമല്ല പലയിടങ്ങളിലും അവരുടെ വളരെ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നുണ്ട്. ഇപ്പോൾ ദുംദുമിലാണെങ്കിൽ സുഗതാ റോയ് അവിടുത്തെ ഒരു സിറ്റിംഗ് MP ആണ്, അദ്ദേഹം മത്സരിക്കുന്നുണ്ട്. അതുപോലെ പിന്നെ ഈ മാല റോയ് വളരെ താഴെത്തട്ടിൽ നിന്ന് ഉയർന്നു വന്നിട്ടുള്ള ഒരു നേതാവാണ്. അവർ കോർപ്പറേഷനൊക്കെ ഭരിച്ചു വന്നിട്ടുള്ള ആളാണ്. അവർ കൊൽക്കത്ത ദക്ഷിണയിൽ മത്സരിക്കുന്നു. സുദീപ് ബന്ദോപാധ്യായ മത്സരിക്കുന്നുണ്ട്. ഡയമണ്ട് ഹാർബർ ഇവരെ സംബന്ധിച്ചിടത്തോളം, മമതയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമാണ്. അവിടെ ഈ തൃണമൂൽ യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷനൊക്കെ ആയിരുന്ന അഭിഷേക് ബാനർജി സ്ഥാനാർത്ഥിയായി വരുന്നു. അപ്പം അവരുടെ ഏറ്റവും നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടമാണ് 7ാം ഘട്ടം. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് കാണാം. ഇപ്പോൾ പറ്റ്നയിൽ ജൂണിലാണ് ആദ്യം ഇന്ത്യ മുന്നണിയുടെ യോഗം ചേരുന്നത്. പിന്നെ അത് രണ്ടാമത്തേത് ബാംഗ്ലൂരിൽ ചേരുന്നു 17-18 തീയതികൾ 2023. അത് കഴിഞ്ഞിട്ട് മുംബൈയിൽ വീണ്ടും ഒരു 3ാമത്തെ യോഗം ഓഗസ്റ്റിൽ അവർ ചേരുകയൊക്കെ ഉണ്ടായി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ അടുത്ത ഒരു പ്രധാനപ്പെട്ട യോഗത്തിലേക്ക് വരുന്നത്. അത് ഇന്ത്യ മുന്നണി സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടതാണ്. കേജ്രിവാൾ ഒരു പക്ഷേ ജയിലിലേക്ക് മടങ്ങുന്നതിന് മുൻപ് യോഗം നടത്താനൊക്കെ ഉള്ള ആലോചനകളായിരിക്കാം. അല്ലെങ്കിൽ ഇനി അവർ അധികാരത്തിൽ വന്നാൽ ആര് എന്ത് എങ്ങനെ വേണം എന്നതിനെക്കുറിച്ചൊക്കെ ആലോചിക്കാം. അതിനുവേണ്ടിയുള്ളതായിരിക്കാം. ഏതായാലും തൃണമൂലിനെ സംബന്ധിച്ചോളം പശ്ചിമ ബംഗാളിൽ ഒരു സേഫർ സോണിലാണ്. ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു ആത്മവിശ്വാസം, മമതാ ബാനർജിയുടെ ആത്മവിശ്വാസം വർദ്ധിക്കുന്ന ഒരു സാഹചര്യം. ഒരു വിലപേശലിലേക്ക് കടക്കുമോ ഇത്? അങ്ങനെ ഒരു തൂക്ക് അല്ലെങ്കിൽ ഒരു ഇന്ത്യ സഖ്യത്തിന് കൂടുതൽ സാധ്യത വരുന്ന രീതിയിലാണ് വിജയം എങ്കിലെന്നുള്ളതെല്ലാം ഇനി കണ്ടറിയേണ്ടിയിരിക്കുന്നു. നമുക്കൊന്ന് ഡൽഹി വരെ കൂടെ ഒന്ന് പോയിട്ട് പോകണം. അത് തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്നത് ഏത് തരത്തിലാണ് എന്നുള്ളൊരു ചോദ്യം ഒരു വശത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ പോലും അത് ആം ആദ്മി പാർട്ടിയുടെ രാഷ്ട്രീയ ഭാവിക്ക് പോലും സ്വാധീനിക്കുന്ന ഒരു വിഷയമാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഈ സമൂഹ മാധ്യമങ്ങളിൽ ശക്തമാകുന്ന ഒരു ധ്രുവറാട്ടി സ്വാതി മലിവാൾ പോരിൻ്റെ രാഷ്ട്രീയം എന്നുള്ളതാണ്. തനിക്കെതിരെ നടത്തിയ വലിയ ശക്തമായിട്ടുള്ള ആരോപണങ്ങൾക്ക് സ്വാതി മലിവാളിന് ധ്രുവറാട്ടി മറുപടി നൽകിയിരിക്കുന്നു. നിശബ്ദനാക്കാൻ നോക്കണ്ട, എന്നെപ്പോലെ 1000 പേർ ഉയർന്നു വരും, കുറ്റവാളികൾ ഇരകളായി നടിക്കുകയാണ് ധ്രുവ് പറയുന്നു. ഇത് BJP നടത്തുന്ന ഗൂഢാലോചനയാണ് എന്ന് ധ്രുവറാട്ടി പറയുന്നു. ഒപ്പം സ്വാതി മലിവാൾ ഈ ആരോപണത്തിന് പുറകിൽ അങ്ങനെ തന്നെ നിൽക്കുകയും ചെയ്യുന്നു. ഈ ആം ആദ്മി പാർട്ടിക്കകത്ത് ഉണ്ടായ ഒരു വിഷയം അത് ഏറ്റെടുത്ത BJP നേതാക്കൾ പിന്നീട് അത് മറ്റൊരു തലത്തിലേക്ക് പോവുക, ഒരു ആഗോള ശ്രദ്ധ അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങളിൽ പോലും ആ രീതിയിൽ ശ്രദ്ധ കിട്ടുന്ന രീതിയിലേക്ക് അതിൻ്റെ ഒരു തലം മാറുന്നു. പക്ഷേ അതിനകത്ത് കൃത്യമായിട്ടുള്ളൊരു രാഷ്ട്രീയമുണ്ട്. ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ആകെ പ്രതിസന്ധിയിലായി നിൽക്കുന്ന ഒരു സമയത്ത് എങ്ങനെ പ്രതിരോധിക്കുമെന്ന് അറിയാതെ നിൽക്കുന്ന സമയത്ത് കൂടിയാണ് ധ്രുവറാട്ടി അങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും ആം ആദ്മി പാർട്ടിയുടെ നാവായിട്ട് ധ്രുവറാട്ടി പറയുകയാണ് എന്ന് സ്വാതി മലിവാൾ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ പോലും അതിലൊരു വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയമില്ലേ? അല്ല, ഈ ധ്രുവറാട്ടി ഒരു അറിയപ്പെടുന്ന ഒരു പിന്നെ വ്ളോഗറാണ്, യൂട്യൂബറാണ്. അദ്ദേഹത്തിൻ്റെ ഇത് ഞാൻ കഴിഞ്ഞിടയ്ക്ക് നോക്കുകയായിരുന്നു. അദ്ദേഹത്തിന് പിന്നെ
4.1 ബില്യൺ വീഡിയോസ് വ്യൂസാണ് മൊത്തത്തിലുള്ളത്. ഏതാണ്ട് അദ്ദേഹത്തിന് 2.25 മില്യൺ സബ്സ്ക്രൈബേഴ്സൊക്കെ ഉള്ള ഒരു വലിയ യൂട്യൂബറും ബ്ലോഗറും സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റുമൊക്കെയാണ്. അദ്ദേഹം സാമൂഹ്യ രാഷ്ട്രീയ പരിസ്ഥിതി വിഷയങ്ങളിലാണ് അദ്ദേഹം കൂടുതലായും അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളൊക്കെ പറയുകയൊക്കെ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഏതായാലും അദ്ദേഹം ഇവിടെ പറയുന്നത് ഈ കുറ്റക്കാരിയായ ആൾ ഇരയായി വേഷം ചമഞ്ഞ് നിൽക്കുന്നു എന്നൊരു ആരോപണമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. അതായത് പെർപെട്രേറ്റർ പ്രിറ്റൻഡിങ് ടു ബി വിക്ടിം എന്ന തരത്തിലാണ്. പക്ഷേ ഇവിടെ നമ്മളിതൊരു കോടതിയുടെ പരിഗണനയിലുള്ളൊരു കേസാണ്. സ്വാഭാവികമായും അതിലെ പ്രതിക്ക് ജാമ്യം വീണ്ടും നിഷേധിക്കപ്പെടുകയാണ്. ഒരു റിമാൻഡ് കാലാവധി കഴിഞ്ഞ് വീണ്ടും ജാമ്യം വേണം എന്ന ആവശ്യവും അദ്ദേഹം ത്രീസസാരി കോടതിയിലെത്തുന്നു. അത് അനുവദിക്കാനാകില്ല എന്ന് കോടതി കണ്ടെത്തുന്നു. 2-3 മറ്റു പ്രധാന കാര്യങ്ങളുണ്ട്. അതിനകത്ത് സംഭവത്തിന് പുറത്തുള്ള വീഡിയോ പുറത്തുവിട്ട ആം ആദ്മി പാർട്ടിക്ക് ഈ സംഭവം നടക്കുന്ന സ്ഥലത്തെ വീഡിയോയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് മറുപടി പറയേണ്ട ഒരു കാര്യമുണ്ട്. മെഡിക്കൽ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. അവരുടെ ശരീരത്തിൽ നീർക്കെട്ടുണ്ടായിരുന്നു, അടിവയറ്റിലേക്ക് ചവിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു ക്യാരക്ടർ അസാസിനേഷൻ ആണ് എന്ന വാദവുമായി സ്വാതി മാലിവാൾ എത്തുകയാണ്. അപ്പോൾ സ്വാതി മാലിവാളിനെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോൾ ഈ ഘട്ടത്തിൽ രാജിവെച്ച് BJPയിലേക്ക് പോയിരുന്നെങ്കിൽ ഒരുപക്ഷെ ആം ആദ്മി പാർട്ടിക്ക് വലിയ നേട്ടമായിരുന്നു. പക്ഷേ അവർ പോയില്ല. അല്ലെങ്കിൽ അവർ പാർട്ടി വിട്ടെങ്കിലും അവർക്ക് നേട്ടമാണ്. പക്ഷെ അവർ ആം ആദ്മി പാർട്ടിക്ക് അകത്ത് നിന്ന് പൊരുതാൻ തീരുമാനിച്ചു എന്ന തീരുമാനം തന്നെ ആം ആദ്മി പാർട്ടിക്ക് ഒരു എനിക്ക് തോന്നുന്നത് 7ാം ഘട്ടം വരെ അത് BJPക്കും സ്വാതി മാലിവാളിനെ സംബന്ധിച്ചിടത്തോളം നല്ലത് ആം ആദ്മിക്ക് അകത്ത് നിന്ന് തന്നെ പൊരുതുന്നതായിരിക്കും സ്വഭാവം. അതിനുശേഷം എന്ത് രാഷ്ട്രീയ നിലപാടെടുക്കും എന്നുള്ളത് ഈ വിഷയത്തിൽ വന്നിട്ടുള്ള ഒരു വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആം ആദ്മി പാർട്ടിയോടൊപ്പം നിൽക്കാൻ ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷികളൊന്നും തയ്യാറായിട്ടില്ല. കോൺഗ്രസ് വളരെ കൃത്യമായി അവരുടെ നിലപാട് പറഞ്ഞു. ആം ആദ്മി പാർട്ടിയെ തള്ളി പറഞ്ഞിട്ടില്ല. ഈ വിഷയത്തിൽ അന്വേഷണം നടക്കട്ടെ. അതൊരു പാർട്ടിയെ തള്ളി പറയുന്ന അവസ്ഥയിലേക്കല്ല. പവൻ ഖേര വളരെ കൃത്യമായി പറഞ്ഞു. പ്രിയങ്ക ഗാന്ധി കൃത്യമായി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സ്ത്രീകളെ ആക്രമിക്കുന്ന ഒരു വിഷയമാണെങ്കിൽ സ്ത്രീകൾക്കൊപ്പം നിൽക്കാനാണ് പാർട്ടിയുടെ നിലപാട്. നോക്കൂ, BJP ഇതിനകത്ത് കൃത്യമായിട്ടുള്ള ഇതൊരു വിഷയം നടക്കുന്നു. ആ വിഷയത്തിൽ അവർ സ്വാതി മാലിവാളിനൊപ്പമാണ് എന്നാണ് അവർ പറയുന്നത്. ഒരു പാർട്ടി ശശി തരൂർ മാത്രമാണ് പറഞ്ഞത് അതിപ്പോ ചർച്ച വിഷയമല്ല, അതിപ്പോ ചർച്ച ചെയ്യേണ്ടത്. പക്ഷെ മറ്റുള്ള ആളുകൾ പാർട്ടിയെ ഒന്നടങ്കം പ്രതിക്കൂട്ടിൽ നിർത്തുന്നത് അത് BJPയുടെ ഗൂഢാലോചനയാണ് എന്ന കാര്യത്തിൽ ഇന്ത്യ പക്ഷേ അരവിന്ദ് കെജ്രിവാൾ അതിന് പോലും അദ്ദേഹത്തിന്റെ നിലപാട് പിന്നീട് മയപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അദ്ദേഹം പറഞ്ഞു അതിൽ ഒരു സത്യസന്ധമായ അന്വേഷണം നടന്ന് യഥാർത്ഥ വസ്തുതകൾ പുറത്തു വരട്ടെ. അതെ, അന്വേഷണം പുറത്തു വരട്ടെ. ആം ആദ്മിയും അതിനകത്ത് പറയുന്നത് ഇതിനൊരു ഗൂഢാലോചന അല്ല, പക്ഷേ അദ്ദേഹം ആ ഗൂഢാലോചന സിദ്ധാന്തം പിന്നീട് പിൻവലിച്ചുകൊണ്ട് അതിൽ ഒരു ഫ്രീ ആൻഡ് ഫെയർ ഇൻവെസ്റ്റിഗേഷൻ വരട്ടെ. ഏതെല്ലാം തരത്തിലുള്ള വിഷയങ്ങളൊക്കെയാണ് തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നത്. നമുക്ക് രാഷ്ട്രീയ നിരീക്ഷകൻ ഡോക്ടർ D. ധനുരാജ്, അദ്ദേഹം നമുക്കൊപ്പം ചേരാൻ ഒരല്പം സാങ്കേതികമായിട്ട് വൈകിപ്പോയി. നമസ്കാരം ഡോക്ടർ D. ധനുരാജ്. 7ാം ഘട്ട തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള വാക്പോരുകൾ മുന്നണികളുടെ ഭാഗത്തുനിന്നുണ്ടാക്കുന്നു. നേതാക്കന്മാർ ആ തരത്തിലുള്ള വാക്പോരുകൾ നടത്തുന്നു. അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പറഞ്ഞിരിക്കുന്നു. കോൺഗ്രസിൻ്റെ പ്രകടന പത്രിക മുസ്ലിം ലീഗിൻ്റെതാണ് എന്നൊരു പരാമർശം അദ്ദേഹം നടത്തിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും വളരെ പ്രകോപനപരമായിട്ടുള്ള പല പരാമർശങ്ങൾ BJP നേതാക്കന്മാരുടെ ഭാഗത്തു നിന്ന് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാവുകയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിൽ ഇടപെടുകയൊക്കെ ചെയ്തൊരു സാഹചര്യമുണ്ടെന്ന് താങ്കൾക്കും അറിയാമല്ലോ. അങ്ങനെയുള്ള ഇരിക്കുമ്പോൾ ഇനി ജൂൺ 1 അധികം ദിവസമില്ലാത്ത ഒരു സാഹചര്യത്തിൽ കൂടുതൽ പരാമർശങ്ങളിലേക്ക് പ്രധാനപ്പെട്ട നേതാക്കന്മാർ പോകുന്നത് മുന്നണിക്ക് ഒരു ആശങ്ക, ഒരു ജയസാധ്യതയിൽ ആശങ്ക വരുന്നതാകുന്നത് കൊണ്ടാകുമോ എന്നാണ് ചോദ്യം. ഏത് തരത്തിലാണ് 7ാം ഘട്ടത്തെ വിലയിരുത്തുന്നത് താങ്കൾ? നമ്മൾ 6 ഘട്ടങ്ങൾ കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു തീരുമാനത്തിലേക്ക് ഇന്ത്യൻ ഇലക്ഷൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നമുക്കിനി കുറച്ച് സീറ്റുകൾ മാത്രമല്ലേ ഉള്ളൂ 7ാം ഘട്ടത്തിലുള്ളത്. അപ്പോൾ പ്രധാനമായിട്ട് എനിക്ക് തോന്നുന്നത് UPയിലെ ചില സീറ്റുകൾ, പ്രത്യേകിച്ച് പ്രധാനമന്ത്രി തന്നെ മത്സരിക്കുന്ന വാരാണസിയിലെ സീറ്റെല്ലാം അവസാന ഘട്ടത്തിലാണ് വരുന്നത്. അപ്പോൾ ഇവിടെ പ്രത്യക്ഷമായി എനിക്ക് തോന്നുന്നൊരു കാര്യം, ഇപ്പോൾ നമ്മൾ കഴിഞ്ഞൊരു ചർച്ചയിൽ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ പ്രശാന്ത് കിഷോറും യോഗേന്ദ്ര യാദവാണല്ലോ ഇന്നത്തെ നാഷണൽ ലെവലിലെ വലിയ ഡിസ്കഷൻ പോയിന്റ്സ്. അവർ 2 ഫേമസ് സിഫോളജിസ്റ്റുകൾ എന്ന രീതിയിൽ. അപ്പോൾ അവർ രണ്ടുപേരുടെയും നിഗമനങ്ങളെ നമ്മളിപ്പോൾ അവസാനം അവർ രണ്ടുപേരും ഏതാണ്ട് ഒന്നിക്കുകയും ചെയ്യുന്നു, കൺവേർജ് ചെയ്യുന്നൊരു അവസ്ഥയിലാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്.
അപ്പം ഞാൻ അവരുടെ നിഗമനങ്ങൾ വെച്ചിട്ടല്ല ഞാനിത് പറയുന്നത്, പക്ഷേ അതായിരിക്കും കുറച്ചുകൂടി പ്രേക്ഷകർക്ക് മനസ്സിലാകാൻ എളുപ്പമുള്ളത്. കാരണം യോഗേന്ദ്ര യാദവ് പറയുന്നു 240-250 സീറ്റുകളിലേക്ക് BJP ഒതുങ്ങും, അല്ലെങ്കിൽ 260 അപ്പുറത്തേക്ക് പോകത്തില്ല. പക്ഷേ NDAയുടെ ഒപ്പം നിന്നുകൊണ്ട് NDA സഖ്യം വീണ്ടും അധികാരത്തിൽ വരുന്നു എന്ന് പറയുന്നു. ഇവിടെ പ്രശാന്ത് കിഷോർ ആദ്യം പറഞ്ഞത് 2019 സീറ്റുകളെ സംബന്ധിച്ച് അതിനോടടുത്ത് നിൽക്കുന്ന ഒരു സംഖ്യ തന്നെ ആയിരിക്കാം ഈ പ്രാവശ്യ ഇലക്ഷന് BJPക്ക് കിട്ടുന്നതെന്നാണ് പറഞ്ഞത്. NDAക്ക് അല്ല, BJPക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അതിനെ വെച്ചിട്ട് നമ്മളിന്ന് വിശകലനം ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ ഈ അവസാന റൗണ്ടിൽ ഒരു ഫോട്ടോ ഫിനിഷിന് സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ വിശ്വസിക്കുന്ന ആൾക്കാരും ഉണ്ട്. പക്ഷേ ഞാൻ കഴിഞ്ഞ തവണ ചർച്ചയിൽ പറഞ്ഞതുപോലെ തന്നെ പൊതുവെ നമ്മുടെയൊക്കെ ഒരു വിശകലനം എന്ന് പറയുന്നത് മോഡി സർക്കാർ തുടരുമെന്നുള്ളതാണ്. ഈ മോഡി സർക്കാർ തുടരുമെന്ന് പറയുമ്പോൾ അതിലൊരു ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ BJP ഒറ്റയ്ക്ക് ഭൂരിപക്ഷത്തിൽ തുടരുമോ അതോ NDA സഖ്യത്തിൽ തുടരുമോ എന്നുള്ളതാണ്. NDA സഖ്യത്തിൽ തുടരുമെന്നുള്ള കാര്യത്തിൽ ഏകദേശം ഒരു പരക്കെ തന്നെ അത് അംഗീകരിക്കപ്പെട്ടിട്ടുള്ളൊരു വസ്തുതയായി മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഇലക്ഷൻ ചിത്രം നോക്കുമ്പോൾ കാണുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ഇലക്ഷൻ അടുത്ത വരുന്ന ലാസ്റ്റ് സെഗ്മെൻറ്റിലുള്ള സീറ്റുകൾ ജയിക്കേണ്ടത് അങ്ങനെ വരുമ്പോൾ BJPക്ക് വളരെ അത്യന്താപേക്ഷിതമാകും. കാരണം അത് വളരെ ക്ലോസ് ടു, ഇപ്പോൾ നമ്മൾ ഇലക്ഷനെ സംബന്ധിച്ച് ചർച്ച ചെയ്യുമ്പോൾ എല്ലാ രാഷ്ട്രീയ കക്ഷികളും എല്ലാ രാഷ്ട്രീയ നേതാക്കളും ചെറുതും വലുതുമായ പാർട്ടികളെല്ലാം തന്നെ ഞങ്ങളെല്ലാവരും ജയിക്കും. ഇപ്പോൾ കേരളത്തിലെ കാര്യം തന്നെ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം, രണ്ട് മുന്നണികളും പറയുന്നത് ഞങ്ങൾ 12 സീറ്റ് വീതം ജയിക്കുന്നു. ആകെ 20 സീറ്റേ ഉള്ളൂ. അപ്പോൾ 12 സീറ്റ് വെച്ച് ജയിച്ചു കഴിഞ്ഞാൽ 24 സീറ്റ് വേണം. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ആ 400-350 ഒക്കെയുള്ള രണ്ട് പക്ഷത്തു നിന്ന് വരുന്ന പ്രത്യാശ അത് അവരുടെ വോട്ടേഴ്സിന് കൊടുക്കുന്ന, അവരുടെ കേഡറിന് കൊടുക്കുന്ന ഒരു ആത്മവിശ്വാസമാണ്. പക്ഷേ ഉള്ളിൽ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് ഇപ്പോഴും ഒരു ക്ലോസ് കോണ്ടസ്റ്റ് പല സ്ഥലത്തും അറിയാവുന്നതുകൊണ്ട് തന്നെയായിരിക്കും ഇങ്ങനെയുള്ള പ്രസ്താവനകളിലേക്ക്. ഡോക്ടർ ധനരാജ്, ഉത്തർപ്രദേശിലൊക്കെ ഒരു പക്ഷേ വലിയ രീതിയിലുള്ള ഒരു ക്രൗഡ് പുള്ളിംഗ് ഒക്കെ നടത്താൻ ഇന്ത്യ സഖ്യത്തിലെ നേതാക്കന്മാർക്ക് കഴിയുന്നൊരു സാഹചര്യം, പഞ്ചാബിൽ കർഷക സമരം BJPക്ക് കനത്ത തിരിച്ചടിയാകുമെന്ന് കരുതുന്ന ഒരു സാഹചര്യം, നിതീഷ് പ്രഭാവത്തിന് മങ്ങലേറ്റിട്ടുണ്ട് ബീഹാറിൽ എന്ന് കരുതുന്ന ഒരു സാഹചര്യം, അങ്ങനെ ഇന്ത്യ സഖ്യത്തിലെ നേതാക്കന്മാരെ സംബന്ധിച്ചുള്ള ഒരു വലിയൊരു ആത്മവിശ്വാസം അത് ഒരു പ്രചാരണത്തിൻ്റെ ഭാഗമായിട്ട് പ്രകടമാക്കുന്നു എന്ന് മാത്രമാണോ കരുതുന്നത്? ഒരു ദക്ഷിണേന്ത്യയിൽ BJP വിചാരിച്ച പോലെയുള്ള ഒരു ഫലത്തിലേക്ക് വരികയില്ല എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ പല വശത്തുനിന്ന് വരുന്നുണ്ടല്ലോ, അതെല്ലാം പരിപൂർണമായിട്ട് തള്ളിക്കളയുകയാണ്? ഞാൻ പരിപൂർണമായിട്ട് അതിനെ തള്ളിക്കളയില്ല. പക്ഷേ നമ്മൾ ഇന്ത്യ സഖ്യത്തിന് UPയിൽ വിജയിക്കണമെങ്കിൽ നമ്മൾ 2009 ഇലക്ഷൻ വെച്ചിട്ടായിരിക്കും ഒരു പക്ഷേ പറയുന്നത്. 2009 BSPയും സമാജ്വാദി പാർട്ടിയും എല്ലാം ചേർന്ന് നല്ല രീതിയിലുള്ളൊരു പ്രകടനം കാഴ്ചവെച്ചപ്പോൾ BJP 3ാം സ്ഥാനത്തേക്ക് പോയി എന്നുള്ളത് വസ്തുതയാണ്. പക്ഷേ ഇന്ന് നമ്മൾ നോക്കുമ്പോൾ BSPയുടെ സ്ഥാനം എവിടെയാണ്? BSP കഴിഞ്ഞ തവണ അവർക്ക് 10 സീറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം എനിക്ക് തോന്നുന്ന ഒരു പക്ഷേ 2-3 സീറ്റിലോ വളരെ ചെറിയൊരു നമ്പറിലേക്ക് അവർ ഒതുങ്ങാനാണ് സാധ്യത. അപ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് ഇതെല്ലാം നമ്മൾ പണ്ട് ഇപ്പോൾ 2009 നമ്മൾ ഇലക്ഷൻ നോക്കുമ്പോൾ കോൺഗ്രസ് ഉണ്ട്, SP ഉണ്ട്, BSP ഉണ്ട്, BJP ഉണ്ട്. ഒരു ചതുഷ്കോണ മത്സരമാണ് UPയിൽ നടന്നിട്ടുള്ളത്. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ BSPയുടെ പ്രസക്തിയും അല്ലെങ്കിൽ BSPയുടെ അപ്രമാദിത്വം എല്ലാം UPയിൽ ഒരു ഡിക്ലൈനിങ് സ്റ്റേജിലാണ്. അതിപ്പോൾ ഇപ്പോൾ തുടങ്ങിയതല്ല, 2014 തൊട്ട് നമ്മൾ ലോക്സഭ നിയമസഭ ഇലക്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ അറിയാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവിടെ വരുന്നൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പിന്നെ UPയിലെ കോൺഗ്രസിൻ്റെ കാര്യം. കോൺഗ്രസിൻ്റെ സംഘടനാശേഷി ഏറ്റവും ശോഷിച്ചിട്ടുള്ള ഒരു സംസ്ഥാനമാണ് UP. അത് നമ്മളവിടെ ഫീൽഡിൽ പോയിട്ടുള്ള ആൾക്കാർക്ക് അറിയാലോ. 2-3 സീറ്റുകളിലൊക്കെ ഒഴിച്ച് UPയിൽ കോൺഗ്രസ് സംഘടനാ ശക്തി വളരെയാണ്. പിന്നെ അവിടെ ഒരു ഇന്ത്യ സഖ്യത്തിൻ്റെ മുന്നണി പോരാളി എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന SP ആണ്. പക്ഷേ SPക്ക് എത്ര സീറ്റ് ജയിക്കാൻ പറ്റും എന്നുള്ളതാണ്. അവർക്ക് 25 സീറ്റ് ജയിക്കാൻ പറ്റുമോ, 30 സീറ്റ് ജയിക്കാൻ പറ്റുമോ, അതിലേക്ക് എനിക്കൊരു സാധ്യത തോന്നുന്നില്ല. കാരണം കോൺഗ്രസ്സിന് അവിടെ ജയിക്കാൻ പറ്റുന്നത് ചിലപ്പോൾ 1-2 സീറ്റോ 2-3 2 സീറ്റ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കഴിഞ്ഞ തവണ അത് ഒരു സീറ്റിൽ മാത്രമായിരുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ SPക്ക് അങ്ങനെ വലിയൊരു പ്രാധാന്യം വരുമോ? BSPക്ക് അന്ന് കിട്ടിയ പോലെ 20 സീറ്റ് കിട്ടുമോ? അതിനുള്ള സാധ്യതയും കാണുന്നില്ല. അപ്പോൾ എങ്ങനെയാണ് BJPക്ക് സീറ്റ് കുറയുക എന്നുള്ളത് വിശകലനം ചെയ്യുമ്പോൾ നമുക്കൊരു കുറച്ച് പ്രയാസമുണ്ട്. കാരണം മാത്രമല്ല UPയിൽ ഒരുപാട് സീറ്റുകളിൽ അവർ 50%-ലേറെ നേടി വിജയിച്ച സീറ്റുകളാണ്. അത് പൊളിറ്റിക്സിൽ 50% എന്ന് പറയുന്ന വലിയ കാര്യമായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല. ഇപ്പോൾ ഏത് നിമിഷവും നമുക്ക് മാറി മറിയാം. പക്ഷേ സംഘടന
സംഘടനാശേഷിയില്ലാത്ത പ്രതിപക്ഷ നിരയിലുള്ള എത്ര പാർട്ടികൾക്ക് ഈ കോമ്പിറ്റൻസി അല്ലെങ്കിൽ ഒരു കോമ്പറ്റീഷനിലേക്ക് എത്താൻ പറ്റുന്നുള്ള കാര്യം യു പിയിൽ സംശയമുണ്ട്. ഇനി പഞ്ചാബ് നോക്കി കഴിഞ്ഞാൽ പഞ്ചാബ് ഒരിക്കലും BJPയുടെ ഒരു മുഖ്യധാര അല്ലെങ്കിൽ അവരുടെ മുഖ്യമായ ഒരു സംസ്ഥാനമല്ലല്ലോ. അത് എനിക്ക് തോന്നുന്നു ഈ BJP പൊളിറ്റിക്സ് ഇന്ത്യയിൽ ഫലിക്കാത്തൊരു സംസ്ഥാനമാണ് സിഖ് രാഷ്ട്രീയമുള്ള പഞ്ചാബ്. അത് ഈ പ്രാവശ്യം അങ്ങനെയൊക്കെ തന്നെ ആവാനാണ് സാധ്യത. വലിയ വ്യത്യാസങ്ങളൊന്നും ഉണ്ടാവാൻ തോന്നുന്നില്ല. പിന്നെ വരുന്ന നമ്മൾ ബീഹാറിലേക്കാണ്. ബീഹാറിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായും നിതീഷ് കുമാർ ഡിക്ലൈനിങ് പൊളിറ്റിക്കൽ ഫോഴ്സാണ്, അതായത് ശോഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പൊളിറ്റിക്കൽ ഫോഴ്സാണ്. അപ്പോൾ കഴിഞ്ഞ തവണ നിതീഷ് ജയിച്ച 17 സീറ്റാണെന്ന് തോന്നുന്നു. 17 സീറ്റ് അല്ല 23 സീറ്റിൽ 40 സീറ്റിൽ അവർ 40 നേടിയാണല്ലോ കഴിഞ്ഞ തവണ ജയിച്ചത്. അപ്പോൾ അത് നമുക്ക് ഈ പ്രാവശ്യം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. നിതീഷിൻ്റെ സീറ്റുകൾ ഒരുപാട് നഷ്ടപ്പെടും. പക്ഷേ അവസാന റിപ്പോർട്ടുകൾ എനിക്ക് കിട്ടിയിട്ടുള്ളത്, ബീഹാറിൽ നിന്ന് കിട്ടിയത്, അത്രയും മോശമാവില്ല ബീഹാറിലെ പെർഫോമൻസ് ആണ്. ഒരുപക്ഷെ നമ്മൾ അവസാനത്തെ ടാലി, അതായത് 7 ഫേസ് കഴിയുമ്പോൾ അവസാനത്തെ ടാലി ഡിസൈഡ് ചെയ്യാൻ പോകുന്നത് വെസ്റ്റ് ബംഗാളും ബീഹാറും മഹാരാഷ്ട്രയാണെന്നാണ്. പക്ഷേ മഹാരാഷ്ട്രയിലും സെറ്റ് ബാക്ക് ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ അത് എത്രത്തോളം ആവും എന്നുള്ളതാണ് നമ്മൾക്ക് ഇവിടുത്തെ ചർച്ച ഞാൻ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യുന്നത്. BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടുമോ അല്ലെങ്കിൽ NDAക്കാണോ ഭൂരിപക്ഷം കിട്ടുന്നതാണ് കൂടുതൽ ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. കാരണം നമ്മുടെ വിശകലനത്തിൽ വരുമ്പോൾ ഈ നമ്പേഴ്സ് നമുക്ക് ടാലി ചെയ്യുന്നില്ല. എല്ലാവരും ക്ലെയിം ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ ഫീൽഡിലൊക്കെ പോകുന്ന ആൾക്കാരുമായിട്ട് സംസാരിക്കുമ്പോൾ അവസാനം വോട്ടെടുപ്പ് ദിവസം BJPക്ക് അനുകൂലമായിട്ട് അന്തരീക്ഷം പല സ്ഥലത്തും നിലനിൽക്കുന്നുണ്ട്. അത് BJPയുടെ ക്രെഡിറ്റ് കൊണ്ടാവണമെന്നില്ല. നേരത്തെ പറഞ്ഞ പോലെ ദക്ഷിണേന്ത്യ കൂടി, ദക്ഷിണേന്ത്യ BJP ഏറെ പ്രതീക്ഷ വെക്കുന്ന ദക്ഷിണേന്ത്യ, പിന്നെ താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ പശ്ചിമ ബംഗാളിലെ മമത എഫക്റ്റ്, അത് എത്രത്തോളം നമുക്ക് അതിലേക്ക് കൂടെ ഒന്ന് വളരെ പെട്ടെന്ന് വരാം. ഒരു ചെറിയ ഇടവേള അത്യാവശ്യമായിട്ട്. വരുമ്പോൾ 10 ഇരട്ടിയായിട്ട് മണ്ണ് വീണുകൊണ്ടിരിക്കുകയാണ്. ആ ലൈവാണ് ഇവിടെ പല ചാനലുകാരും റിപ്പോർട്ടുകാരും എടുത്തിട്ടുണ്ട്. മണ്ണ് വീണ് കിടന്നത് ഇതുവരെയും ഡ്രഡ്ജിങ് ചെയ്തില്ല. കേരളത്തിൽ 8 ജില്ലയുണ്ട് കടലോര മേഖല. ഈ ഒരു ജില്ലയിലും ഇതുപോലെ അപകടം സംഭവിച്ചിട്ടില്ല. ഇത്രയും മരണസംഖ്യ വന്നിട്ടില്ല. തീർച്ചയായിട്ടും ഈ ചോദ്യം തന്നെയാണ് പല തവണയായി ഉയരുന്നത്. കാരണം മുതലപ്പുഴയിൽ മാത്രം എന്തുകൊണ്ട് ഇത്രയും മരണം? തീരദേശ ജില്ലകളുണ്ട്, അവിടെയെല്ലാം മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനത്തിന് പോകുന്നു. പക്ഷേ എന്തുകൊണ്ട് മുതലപ്പുഴയിൽ മാത്രം ഇങ്ങനെ മരണം സംഭവിക്കുന്നു? അത് ഇവിടുത്തെ അശാസ്ത്രീയമായ നിർമ്മാണം എന്നത് വ്യക്തമാണ്. അത് മാറ്റുന്നതിനുള്ള നടപടി എത്ര കാലമായി ഈ മത്സ്യത്തൊഴിലാളികൾ കാത്തിരിക്കുന്നു? ഉറപ്പുകളല്ലാതെ മറ്റൊന്നും സംഭവിക്കുന്നില്ല. ഹരി വിതിരയ്ക്കൊപ്പം VV വിനോദ്, ന്യൂസ് 18 തിരുവനന്തപുരം. കൊച്ചിയിൽ രാവിലെ തുടങ്ങിയ കനത്ത മഴ ഇപ്പോഴും തുടരുകയാണ്. മഴയ്ക്ക് കാരണം മേഘവിസ്ഫോടനം ഉണ്ടായതെന്നാണ് സംശയം. കാക്കനാട് ഇൻഫോ പാർക്കിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ്. വെള്ളക്കെട്ട് രൂപപ്പെട്ടതോടെ നഗരത്തിൽ പലയിടത്തും രൂക്ഷമായ ഗതാഗത കുരുക്കുണ്ടായി. ഫോർട്ട് കൊച്ചിയിൽ KSRTC ബസ്സിന് മുകളിലേക്ക് മരം കടപുഴകി വീണു. ആളപായമില്ല. ഒരു യാത്രക്കാരിക്ക് നിസ്സാര പരിക്കേറ്റു. കളമശ്ശേരിയിൽ വ്യാപക വെള്ളക്കെട്ടുണ്ട്. HMT കോളനി, മൂലേപ്പാടം റോഡ്, വട്ടേക്കുന്നം തുടങ്ങിയ മേഖലകളിൽ വീടുകളിൽ വെള്ളം കയറി. കായംകുളത്ത് തെങ്ങ് വീണ് യുവാവ് മരിച്ചു. കോയിപ്പള്ളിക്കാർമ സ്വദേശി അരവിന്ദാണ് മരിച്ചത്. കൊല്ലത്തും കനത്ത മഴ തുടരുകയാണ്. കഴിഞ്ഞ ദിവസം രാത്രിയിൽ ശക്തി പ്രാപിച്ച മഴ ഇപ്പോഴും തുടരുന്നു. MC റോഡിലും ഇടറോഡുകളിലും വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടിട്ടുണ്ട്. കൊല്ലത്ത് വിവിധയിടങ്ങളിലായി ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. തിരുവനന്തപുരം പൊന്മുടിയിലേക്കുള്ള പ്രവേശനം നിരോധിച്ചു. വീണ്ടും കാസർഗോഡ് കാഞ്ഞങ്ങാട് 14-കാരൻ പുഴയിൽ മുങ്ങി മരിച്ചു. അരയിൽ വട്ടത്തോടിലെ അബ്ദുള്ള കുഞ്ഞിയുടെ മകൻ സിനാനാണ് മരിച്ചത്. ഇന്ന് ഉച്ചയോടെ അരയി കാർത്തികപ്പുഴയിലാണ് അപകടം ഉണ്ടായത്. മറ്റ് 2 കൂട്ടുകാർക്കൊപ്പം കുളിക്കാനിറങ്ങിയതായിരുന്നു കുട്ടി. നീന്തൽ അറിയാതിരുന്നതോടെ മുങ്ങിത്താഴുകയായിരുന്നു. 1 മണിക്കൂറിന് ശേഷം നാട്ടുകാർ നടത്തിയ തിരച്ചിലാണ് കുട്ടിയെ കണ്ടെത്താനായത്. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. തൃക്കരിപ്പൂർ സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ആലപ്പുഴയിലും ശക്തമായ മഴയിൽ പലയിടത്തും വെള്ളം കയറി. കായംകുളത്ത് തെങ്ങ് വീണ് യുവാവ് മരിച്ചു. കോയിപ്പള്ളിക്കാട് സ്വദേശി അരവിന്ദാണ് മരിച്ചത്.
ആലപ്പുഴയിൽ ഇടവിട്ടുള്ള മഴയുണ്ട്. താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ വെള്ളം കയറുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. എന്തായാലും ആലപ്പുഴയിൽ ഇപ്പോൾ ഒരു ദുരിതാശ്വാസ ക്യാമ്പാണ് നഗരം കേന്ദ്രീകരിച്ച് തുറന്നിട്ടുള്ളത്. മറ്റ് ക്യാമ്പുകളൊന്നും തന്നെ തുറന്നിട്ടില്ല. പക്ഷേ പമ്പയാറിന്റെ തീരപ്രദേശങ്ങളിലടക്കം പല താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളം കയറിയിട്ടുണ്ട്. ഇന്നെന്തായാലും ശക്തമായ കാറ്റും ഒപ്പം തന്നെ മഴയും. പൊളിറ്റിക്കൽ ഗ്രാൻഡ് ഫിനാലയിൽ രാഷ്ട്രീയ നിരീക്ഷകൻ ഡോക്ടർ ഡി ധനുരാജ് നമുക്കൊപ്പം തുടരുകയാണ്. ശ്രീ ഡി ധനുരാജ്, BJPയുടെ ഒരു സാധ്യത, ഇന്ത്യയുടെ ഒരു സാധ്യതയെക്കുറിച്ചുള്ള ഒരു വിശകലനം നടത്തുമ്പോൾ ഇത്തവണ പ്രധാനമായിട്ടും BJP ഫോക്കസ് ചെയ്തത് ദക്ഷിണേന്ത്യയാണ്. ആ തരത്തിലുള്ള പ്രചാരണങ്ങൾ നടത്തിയതാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലും തമിഴ്നാട്ടിലുമൊക്കെ ആ രീതിയിലുള്ള സന്ദർശനങ്ങൾ നടത്തുകയൊക്കെയും ചെയ്തതാണ്. പക്ഷേ പല വിലയിരുത്തലുകളും വരുന്നതനുസരിച്ചും ഒരുപക്ഷെ അത്തരം പ്രവചനങ്ങൾ പരിപൂർണമായിട്ട് തള്ളിക്കളയാൻ കഴിയുന്നതാണോ? തമിഴ്നാടും കേരളവും അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ആ പ്രതീക്ഷിക്കുന്നത് പോലെയുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ BJPക്ക് കഴിയുകയില്ല എന്നുള്ളൊരു വിലയിരുത്തലുകൾ, ആ ഒരു രാഷ്ട്രീയ സാഹചര്യങ്ങളെല്ലാം വിലയിരുത്തിക്കൊണ്ടുവരുന്ന ചില പ്രവചനങ്ങളൊക്കെ ഉണ്ട്. അതിനോട് അനുകൂലിക്കുന്നുണ്ടോ? ഞാൻ അനുകൂലിക്കുന്നു. കേരളത്തിൽ BJPക്ക് വോട്ട് ഷെയർ കൂടാൻ സാധ്യതയുണ്ട്. പക്ഷേ BJPക്ക് എത്രത്തോളം വിജയസാധ്യതയുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. 20 സീറ്റുകളിൽ തന്നെ നമ്മൾ മുഖ്യമായി പറയുന്ന തൃശ്ശൂരോ അല്ലെങ്കിൽ തിരുവനന്തപുരത്തൊക്കെ BJPക്ക് ജയിക്കാൻ പറ്റുമോ, BJPയുടെ വോട്ട് കൊണ്ട് BJPക്ക് ജയിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളിലൊക്കെ സംശയമുണ്ട്. അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ അവർക്ക് 2014 കന്യാകുമാരി സീറ്റ് ഉണ്ടായിരുന്നു, 2019 0 സീറ്റായിരുന്നു. ഈ പ്രാവശ്യം കോയമ്പത്തൂരിൽ മികച്ച പ്രകടനം നടത്തിയതായിട്ടാണ് പറയപ്പെടുന്നത്. പക്ഷേ എന്നാലും വിജയിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ ചില നിരീക്ഷകർ പറയുന്നുണ്ട് 2 or 3 സീറ്റിൽ ജയിക്കും, കരൂരിൽ ജയിക്കാൻ സാധ്യതയുണ്ട്, അതേപോലെ തന്നെ കോയമ്പത്തൂർ ജയിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ തിരുനെൽവേലി കന്യാകുമാരി സീറ്റ്, പണ്ട് തിരുനെൽവേലി സീറ്റാണ്, ഇപ്പോൾ കന്യാകുമാരി സീറ്റിൽ ജയിക്കാൻ സാധ്യതയുണ്ടെന്നാണ്. കന്യാകുമാരി സീറ്റ് നമുക്ക് ഇപ്പോഴും ഒരു പക്ഷേ ഒരു മുഴം മുന്നേ ആണെന്ന് തോന്നുന്നു BJPനെ സംബന്ധിച്ച്. പക്ഷേ തമിഴ്നാട്ടിൽ നല്ലൊരു കോണ്ടസ്റ്റ് നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് BJPയുടെ പ്രവർത്തനങ്ങൾ, പിന്നെ BJP എനിക്ക് തോന്നുന്നു ഒരു ലോങ് ടേം പ്ലാൻ എന്ന രീതിയിലാണ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ കാണുന്നത്. കർണാടകയിലേക്ക് വരുമ്പോൾ കർണാടകയിൽ കഴിഞ്ഞ തവണ 29 സീറ്റിൽ 25+1 സുമതലത പിന്നീട് BJP അംഗത്വം എടുത്തപ്പോൾ 26 സീറ്റായി. അപ്പോൾ അത് ആവർത്തിക്കാൻ പറ്റുമോ എന്ന് സംശയിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ വളരെ അത്ഭുതകരമായി എനിക്ക് കഴിഞ്ഞ ദിവസം കിട്ടിയൊരു റിപ്പോർട്ട് നമ്മൾ പറയുന്ന പോലെ 10 സീറ്റും നഷ്ടപ്പെടുമോ എന്നുള്ള കാര്യത്തിൽ ചിലരെങ്കിലും അതിൽ സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. അതായത് BJPക്ക് 10 സീറ്റ് നഷ്ടപ്പെടുമോ എന്നുള്ളത് ചില കണക്കുകൾ വെച്ച് എൻ്റെ മുന്നിൽ അവതരിപ്പിച്ച ആൾക്കാരുണ്ട്. ഞാൻ കർണാടകയിലൊന്നും പോയിട്ടില്ല, പക്ഷേ ഞാൻ കേട്ടിടത്തോളം സീറ്റുകൾ കുറയാൻ സാധ്യതയുണ്ട്. പക്ഷേ നമ്മൾ പറയുന്ന പോലെ 12 സീറ്റിലേക്കോ 13 സീറ്റിലേക്ക് കുറയുമോ എന്നുള്ളത് നമ്മൾ കാത്തിരിക്കണം. ഇനി തെലങ്കാനയിലേക്ക് വന്നാൽ തെലങ്കാനയിൽ BRSൻ്റെ, അതായത് പഴയ TRS BRS ആയത് അവരുടെ ശക്തി ക്ഷയിച്ചു വന്നിരിക്കുകയാണ്. അപ്പോൾ BRSൻ്റെ സ്പേസിലേക്ക് BJP വരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അവിടെ കോൺഗ്രസ്സിന് 17 സീറ്റിൽ 9 തൊട്ട് 10 സീറ്റ് വരെയും, BJPക്ക് കഴിഞ്ഞ പ്രാവശ്യം 4 സീറ്റ് ഉണ്ടായിരുന്നു, അത് ചിലപ്പോൾ 5 or 6 ചിലപ്പോൾ 7 വരെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. പിന്നെ ഇനി ആന്ധ്രയിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും BJPക്ക് അവിടെ വോട്ട് ഷെയർ ഇല്ല. BJPയുടെ അവിടുത്തെ വോട്ട് ഷെയർ എന്ന് പറയുന്നത് 2% ആണെന്നാണ് എൻ്റെ ഒരു കണക്ക്. അപ്പോൾ 2% എന്തായാലും 15% ഒന്നും ആകാൻ പോകുന്നില്ല. പക്ഷേ BJPയുടെ സഖ്യകക്ഷിയായ TDP പെർഫോം ചെയ്യുമെന്നും TDPക്ക് നല്ലൊരു ശക്തമായ വിജയം 2014 പോലെ തന്നെ ഒരു വിജയം ആന്ധ്രയിൽ ഉണ്ടാവുമെന്നാണ് പലരും പഠിച്ചതിന് ശേഷം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് മൊത്തത്തിൽ സൗത്ത് ഇന്ത്യ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ പോണ്ടിച്ചേരിയിൽ BJP ജയിക്കുമെന്ന് പറയുന്ന ഒരു നിഗമനവും ഓൾറെഡി വന്നിട്ടുണ്ട്. അത് ഏറെക്കുറെ ശരിയാണെന്നാണ് പലരും പറഞ്ഞു കേട്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പോൾ സൗത്ത് ഇന്ത്യയിൽ കർണാടകയും തെലങ്കാനയും ആന്ധ്രയുമാണ്. ആന്ധ്രയിൽ BJPക്ക് എത്ര സീറ്റ് കിട്ടുന്നതിനേക്കാളും കൂടുതലായിട്ട് NDA, കാരണം ഞാൻ മുമ്പ് പറഞ്ഞ പോലെ 272 സീറ്റ് BJPക്ക് ഒറ്റക്ക് നേടാൻ പറ്റുമോ അതോ കൂട്ടായി നേടാൻ പറ്റുമോ, NDAയുടെ ഒപ്പം ആണെങ്കിൽ NDAയിൽ വലിയൊരു പങ്ക് TDPക്ക് വരാൻ സാധ്യതയുണ്ട് ഈ പ്രാവശ്യം. അത് ഒരുപക്ഷെ ഒരു സൗത്ത് ഇന്ത്യൻ പണ്ട് കാലത്ത് നമ്മൾ 96-ലും 98-ലൊക്കെ TDP വളരെ ശക്തമായ രീതിയിൽ കേന്ദ്ര ഭരണത്തിൽ ശക്തമായി ഇടപെട്ട ഒരു സാഹചര്യം ഉണ്ടല്ലോ. അപ്പോൾ അതേപോലെയുള്ളൊരു സാഹചര്യം ഈ പ്രാവശ്യം BJP അധികാരത്തിൽ വരികയാണെങ്കിൽ, കൂട്ടുകക്ഷി മന്ത്രിസഭ വരികയാണെങ്കിൽ TDPക്ക് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട്. ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും മനോഹരമായ കാര്യം ജമ്മു കശ്മീരിൽ ആളുകൾ പോളിംഗ് ബൂത്തിലേക്ക് വലിയ തോതിൽ എത്തി എന്നുള്ളതാണ്. ഈ ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞത് BJPക്ക് ഗുണം ചെയ്യും
എന്ന് അല്ലെങ്കിൽ BJPക്ക് ഒരു നേട്ടമായി ഉയർത്തിക്കാണിക്കാൻ അവർ ശ്രമിച്ചിരുന്നു. ഏതായാലും ബാരമുള്ളിയിൽ 59% ആളുകൾ വോട്ട് ചെയ്തിരിക്കുന്നു. അനന്ത്നാഗ് രജൌരിയിൽ 54%, ഉധംപൂരിൽ 68%, ജമ്മുവിൽ 72% ആളുകൾ വോട്ട്. അപ്പോൾ അവർ ദേശീയ മുഖ്യധാരയിലേക്ക് വരുന്നു എന്നതിൻ്റെ കൃത്യമായ സൂചനയാണ് ഈ തെരഞ്ഞെടുപ്പ് നൽകുന്നത്. അതാണ് ഏറ്റവും എന്നെ സംബന്ധിച്ചിടത്തോളം സന്തോഷകരമായ. ഇതിൽ രാഷ്ട്രീയപരമായിട്ട് ന്യൂനപക്ഷങ്ങൾക്ക് എതിരായിട്ടുള്ള ഒരു വികാരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് ശക്തമാക്കാനുള്ള നീക്കം ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് നടത്തുകയാണ് എന്നുള്ളൊരു ആരോപണം ഇന്ത്യ സഖ്യത്തിലെ നേതാക്കന്മാർക്കുമുണ്ട്. സ്വാഭാവികമായിട്ടും ഇതിനെ അടക്കം പ്രതിരോധിക്കുക ഈ രീതിയിലുള്ള വാദങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെയായിരിക്കും ഇന്ത്യ സഖ്യത്തിലെ നേതാക്കൾ. ഇനി അധികം ദിവസമില്ല, ജൂൺ 1 പൂർണ്ണമാകുന്നു എല്ലാ പ്രചാരണങ്ങളും. വളരെയധികം നന്ദി ഡോക്ടർ ടി ധനുരാജ് നമുക്കൊപ്പം ചേർന്നതിനെ ചുരുങ്ങിയ സമയം. പൊളിറ്റിക്കൽ ഗ്രാൻഡ് ഫിനാലെ വീണ്ടും വിശകലനങ്ങളുമായി എത്തും നാളെ രാത്രി 8 മണിക്ക്. നമസ്കാരം. പൊളിറ്റിക്കൽ ഗ്രാൻഡ്